Hi everyone, welcome back to Eduooz Academy. Good evening all. കേൾക്കാവോ? ഓഡിയോ ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, ഓഡിയോ ഒക്കെ ഓക്കെ ആണോ എന്ന്. അപ്പൊ എന്തെങ്കിലും സ്റ്റക്ക് ആവുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഇൻഫോം ചെയ്യാം, ജസ്റ്റ് ചാറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? ഈസി ആയിരുന്നോ ഇന്നലത്തെ മോക്ക് ടെസ്റ്റ്? ഇന്നലെ 4 o'clock സ്റ്റാർട്ട് ചെയ്തു നമ്മളെ മോക്ക് ടെസ്റ്റ്. എല്ലാവരും അറ്റൻഡ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു അത്? നമ്മള് ഇന്നലെ 4 o'clock നടത്തിയ എക്സാം അല്ലെ, ഇന്ന് വരെ ടൈം ഉണ്ടായിരുന്നു അവർക്ക്. സോ ഫസ്റ്റ് പ്രൈസ്, അതായത് 1000 rupees ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കും ഫസ്റ്റ് വരുന്ന ആൾക്ക്. അത് മാത്രമല്ല, നമ്മൾ ടോപ്പ് 10 നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് നമ്മൾ ടോപ്പ് 10 ഉള്ള സ്റ്റുഡൻസിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒരു പ്രചോദനമായിട്ട് എടുക്കുക. പിന്നെ ടോപ്പ് 10 വന്നില്ല എന്ന് കരുതി ആരും വിഷമിക്കൊന്നും ചെയ്യരുത്. ഇന്നും ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ, നാളെ ഉണ്ട് മോക്ക് ടെസ്റ്റ്. അപ്പൊ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. പിന്നെ അവർക്ക് പേടിയില്ല, എത്ര റിവിഷൻ കൊടുത്തു. നിങ്ങളെ സെൽഫ് റിവിഷൻ കഴിഞ്ഞു, പിന്നെ ഫാക്കൽറ്റി റിവിഷൻ, പിന്നെ നമ്മൾ 10 ദിവസമായിട്ട് കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ഓടിക്കൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ നിങ്ങളും നമ്മളെല്ലാരും കൂടി ഒരു മാരത്തോൺ ഓട്ടം ആയിരുന്നു ഒരു 10 ദിവസമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും പേടിയില്ല, ടെൻഷൻ ഒന്നുമില്ല, ആർക്കും ഒരു പേടിയില്ല. അപ്പൊ നമ്മുടെ 23-ാം തീയതിയാണ് എക്സാം. അപ്പൊ അതിന് 2 ദിവസം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എഡ്യൂസ് ടീം നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ടെൻഷൻ ഒന്നും ഇല്ലാതെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇപ്പൊ ഇതിൽ ടോപ്പ് 10 വന്നില്ല എന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. ഇന്നൊരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, അപ്പൊ എല്ലാം അറ്റൻഡ് ചെയ്യുക. നമ്മള് കൂളായിട്ടിരിക്കും. പിന്നെ ഇവര് ഈ ഒരു 23rd എക്സാം, അതെ കാലത്താണ്, മോളെ 7:15 എക്സാം. അപ്പൊ എല്ലാരും എക്സാം സെന്റർ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അത് മാത്രമല്ല, കുറച്ച് കാലത്തല്ലേ, ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി അങ്ങനെ ഇരിക്കരുത്. കുറച്ച് നേരത്തെ ഒക്കെ ഇറങ്ങാം. പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാരും PSC ഒക്കെ എഴുതിയിട്ടുള്ളവരാണ്. അപ്പോ ID കാർഡ് ഒക്കെ എടുക്കുക. അതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോ എക്സാം ഒക്കെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക. ഒന്നും പേടിക്കാനില്ല, നമ്മൾ എഡ്യൂസ് ടീം കൂടെ തന്നെയുണ്ട്. നിങ്ങളും ഫുള്ള് എല്ലാം പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്നലെ നടന്ന മോക്ക് ടെസ്റ്റിന്റെ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് നോക്കും, നിങ്ങൾ പാരലൽ ആയിട്ട് ആൻസർ പറയണം. എല്ലാവരും ചാറ്റ് ചെയ്യണം, ആക്റ്റീവ് ആയിരിക്കണം. നമ്മളെ റിവിഷനിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതെ, നമ്മൾ ഫുൾ ആക്റ്റീവ് ആയിരുന്നു അല്ലെ. നമ്മൾ ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിരുന്നു. നമ്മളൊരു 10 വർഷം മുന്നേ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരെ നോക്കിയിരുന്നു. നമ്മൾ ഒന്നിച്ചാണ് ഡിസ്കസ് ചെയ്ത് പോയി അല്ലെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ ഓപ്ഷൻസ് ചാറ്റിലിടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻസർ ഒന്നും കൂടെ റീചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെയായിരുന്നു പോയിരുന്നത്. അപ്പൊ ഇന്നും നമുക്ക് അങ്ങനെ തന്നെ പോവാം. അപ്പൊ നമ്മൾ ഇന്നലത്തെ നമ്മുടെ മാരത്തോണിന്റെ നമ്മൾ ഡിസ്കഷൻ ആണ് നടത്താൻ പോണേ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എന്തെങ്കിലും സൗണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ESR ടെസ്റ്റ്? ഓക്കെ, what is the principle of ESR test? Option A, hemolysis. Then option B, sedimentation of RBCs. Then option C, platelet aggregation. Then option D, clot formation. ഏതാണ് ആൻസർ വരിക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ, ഇവർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയുന്ന നമ്മൾ റിവിഷനിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, വിത്ത് റീസൺ ഇവർക്ക് അറിയുന്നുണ്ടാവും. അതെ, എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഏതാണ് ആൻസർ വരിക? കമന്റ് ചെയ്യൂ. യെസ്, കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി എന്നാണ് പറയുന്നത്. അവർക്ക് 100% ഉറപ്പാണ്. ഓപ്ഷൻ ബി ആണല്ലേ. നമ്മളെ ഓപ്ഷൻ ബി ആണ്. ബി ഓപ്ഷൻ ഏതാണ്? സെഡിമെന്റേഷൻ ഓഫ് RBC അല്ലെ, അതാണ് വരുന്നത് ബി ഓപ്ഷൻ. ഇനി എന്തുകൊണ്ട് സെഡിമെന്റേഷൻ ഓഫ് RBC വരുന്നത്? റീസൺ എന്താണ്? ബിക്കോസ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇത് എത്ര പെട്ടെന്നാണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് അല്ലെ. എത്ര പെട്ടെന്നാണ് നമ്മൾ RBC, എരിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്, ESR എന്നാണ് പേരല്ലേ. എത്ര ടൈം എടുത്ത് വിത്തിൻ 1 hour എത്ര പെട്ടെന്നാണ് അവർ സെഡിമെന്റ് ചെയ്യുന്നത് നോക്കുന്നത്. സോ ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഈ റൗളക്സ് ഫോർമേഷൻ നടന്നിട്ട് പെട്ടെന്ന് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് എന്താണ്? ESR അല്ലെ, എരിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. സോ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മളെ ബി ഓപ്ഷൻ ആണ്. സോ മിക്ക ആൾക്കാരും എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ ബി, എരിത്രോസൈറ്റ് സെഡിമെന്റേഷൻ. ഇനി അതർ
ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമ്മൾ ബാക്കി ഓപ്ഷൻസ് കൂടി നോക്കി പോകാറുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യനുള്ള ഒരു 4 മാർക്ക് നേടാനുള്ള ഒരു കണ്ടന്റ് കൂടെ അവിടെ പഠിച്ചു പോകണം. അതെന്തായാലും അവരെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഇത് സംബന്ധിച്ച് വേറെ ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അവർക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതെന്തായാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ എന്തൊരു ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഓപ്ഷൻസും പാരലായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, സോ നമുക്ക് ഫർദർ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് മോർ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഹീമോലൈസിസ് അതിലെ വേർഡിൽ തന്നെയുണ്ട് ലൈസിസ് അല്ലെ? ഹീമോലൈസിസ്. ലൈസിസ് മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബ്രേക്ക് ഡൗൺ അല്ലെ? ബ്രേക്ക് ഡൗൺ, ഡിസ്ട്രക്ഷൻ. ഹീമോ മീൻസ് ബ്ലഡ്, RBCന്റെ ഡിസ്ട്രക്ഷൻ ആണ്. സോ അതൊന്നും ESR ആയിട്ട് റിലേറ്റഡ് അല്ല അല്ലെ? പിന്നെന്താണ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻസ്, എന്താണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെയുള്ളത് ക്ലോട്ട് ഫോർമേഷൻ, അതൊന്നും നമ്മൾ ESR ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്, വേറെ ക്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആൻസർ ബി ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All roads is a peripheral smear are indicative of option A CLL, then option B ALL, then option C AML, then at last option D CML. ഏതാണ് ആൻസർ വരിക? ഒന്ന് കമന്റ് ചെയ്തേ, ഏതാ ആൻസർ വരുക? എല്ലാവർക്കും കമന്റ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. നമ്മുടെ എല്ലാ റിവിഷനൊക്കെ കഴിഞ്ഞാ ഓരോരുത്തരായിട്ട് ആൻസർ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ ഏതാണ്? ഓക്കെ, ആൻസർ നോക്കാം. വെരി ഗുഡ്, ഓപ്ഷൻ സി ആണല്ലേ ആൻസർ. AML അല്ലെ? ഓപ്ഷൻ സി ആണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുവാണെങ്കിൽ ഇവര് ശരിക്കും നീഡിൽ ലൈക്ക് അസറോഫിലിക് സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് ആണ് മോസ്റ്റ്ലി കാണുന്നത്. മൈലോബ്ലാസ്റ്റിക് എന്താണ് ഡിസീസ്ഡ് കണ്ടീഷൻസിലൊക്കെയാണ് ഇവരെ കാണുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഇത് ശരിക്കും കമ്പോസ്ഡ് ഓഫ് ഫ്യൂസ്ഡ് ലൈസോസോമൽ ഗ്രാന്യൂൾസ് ആണ് നമുക്ക് പറയാം അല്ലെ? കെമിക്കലി ബയോകെമിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാം ഫ്യൂസ്ഡ് ലൈസോസോമൽ ഗ്രാന്യൂൾസ് ആണെന്ന് പറയാം. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന് ആൻസർ കിട്ടിയല്ലേ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഫർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് അതിന്റെ ആൻസറും കാര്യങ്ങളും അറിയാം. നമ്മൾ കുറെ ഡിസ്കസ് ചെയ്ത റിവിഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ബാക്കി എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആയത്? ബാക്കിയുള്ളത് CLL അല്ലെ? ദാറ്റ് ഈസ് മെച്ചുവേർഡ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ്. ഓക്കെ, സോ അതൊന്നും ഓൾ റോഡ്സ് ആയിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ദെൻ ഓൾ ALLs ലിംഫോബ്ലാസ്റ്റ് ആണല്ലേ? they are involved and not related to myeloblast. so or roads ഒന്നും ഇതിൽ ഈ ഓപ്ഷനിൽ വരുന്നതല്ല. ദെൻ CML ഉണ്ട്, ക്രോണിക് കണ്ടീഷൻസ് വിത്ത് മെച്ചുവർ ഗ്രാനുലോസൈറ്റ്സ് അല്ലെ? മെച്ചുവേർഡ് ആയിട്ടുള്ള ഗ്രാനുലോസൈറ്റ്സ് ആയി റിലേറ്റഡ് ആണ് CML എന്ന് പറയുന്നത്. അതും ഓർ റോഡ്സ് ആയിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ, സോ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. എല്ലാരും സി തന്നെയാണ് ആൻസർ ചെയ്തിട്ട്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. കാരണം ഇനിയും നിങ്ങൾക്ക് എക്സാംസ് ഉണ്ട്. ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരാം. കറക്റ്റ് PSC എക്സാമിന് കറക്റ്റ് ക്വസ്റ്റ്യൻ വരാം അല്ലെ? ഡിക്റ്റോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഭാഗ്യല്ലേ? സോ എല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Common method used for sickle cell dictation is option A hemoglobin electrophoresis, then option B sodium metabisulfate test, then option C PCR, then at last option D ELISA. ഏതാ ആൻസർ വരുക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ്, then sodium metabisulfate test, then PCR, ELISA. ഏതാ വരുക? എല്ലാവർക്കും അറിയാം PCR എന്താണെന്നറിയാം, ELISA എന്താണെന്നറിയാം അല്ലേ? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ, അതുപോലെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ ആണ് ELISA. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാ ആൻസർ വരുക? യെസ്, വെരി ഗുഡ്. എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നത്, ഒരേ രീതിയിൽ പറയുന്നുണ്ട്, പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. നമ്മൾ ഇനി റീചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് ആവശ്യമില്ല അല്ലേ? ഓക്കെ, സോ ആൻസർ ബി ആണ്. ഓക്കെ, എങ്ങനെ ഇനി ബി ഓപ്ഷൻ എങ്ങനെ വന്നു? ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. സോഡിയം മെറ്റാബൈസൾഫേറ്റ് ടെസ്റ്റ് ഒരു കോമൺ ക്വിക്ക് ഇൻഎക്സ്പെൻസീവ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രിലിമിനറി ഡയഗ്നോസിസ് ടെസ്റ്റ് ആണിത്. ഓക്കെ, സിക്കിൾ ഹീമോഗ്ലോബിൻ ഒക്കെ മെഷർ ചെയ്യാനില്ലേ? ശരിക്കും ഫസ്റ്റ് അവർ എന്ത് ചെയ്യുന്നത്? ഡി ഓക്സിജനേഷൻ പറയുന്ന ഒരു പ്രോസസ് നടത്തുന്നുണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ സിക്കിൾ സെൽ ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പ്രിലിമിനറി ഡയഗ്നോസിസ് ആണിത്.
സോ വേറൊരു കാര്യം ഓർക്കേണ്ടത്, വേറൊരു കാര്യം കൂടി ഓർക്കണം. ഇനി ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ കൺഫർമേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ടെസ്റ്റ് വേണം നോക്കാൻ? ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് വേണം നിങ്ങൾ കറക്റ്റ്, ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ. ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നമ്മുടെ അതെ, ഓപ്ഷൻ എ വേണം. ഇനി ഇപ്പൊ കോമൺ ടെസ്റ്റ് അല്ലെ, നമുക്കിപ്പം വന്നു കോമൺ ടെസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ആൻസർ വരിക? ബി. ക്ലിയർ അല്ലേ? അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേണമെങ്കിൽ ഈ ഒരു ബോക്സ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അങ്ങനെ എടുത്തു വെച്ചോളൂ. ഓക്കെ, അതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കണേ എല്ലാവരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question is coagulation factor 8 deficiency leads to hemophilia A, hemophilia B, then one Willebrand disease, then last option is DIC. ഏതാണ് ആൻസർ വരിക? ഹീമോഫിലിയ എ ആണോ, ഹീമോഫിലിയ ബി ആണോ, അതോ വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് ആണോ, അതോ DIC ആണോ? ഏതാണ് ആൻസർ വരിക? ഫാക്ടർ 8 ഡെഫിഷ്യൻസി, കോയാഗുലേഷൻ ഫാക്ടർ 8 ഡെഫിഷ്യൻസി എന്താ, എന്തിലോട്ടാ ലീഡ് ചെയ്യുന്നേ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ഇടയ്ക്ക് സി എന്തോ പറഞ്ഞിട്ടുണ്ട്. ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ചെറിയ കൺഫ്യൂസിങ് ആണ്. ശരിക്കും കൺഫ്യൂഷന്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ എന്നെല്ലാം പറയുന്ന പോലെ ക്ലിയർ ആക്കി കൊടുത്ത പോർഷൻസ് ആണ്. ശ്രദ്ധക്കേട് കാരണം എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, സോ എ ആണ് ആൻസർ അല്ലെ, ഹീമോഫീലിയ എ. എന്താണ് ഹീമോഫീലിയ എ? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് coagulation factor 8 അല്ലെ, coagulation factor 8ന്റെ ഡെഫിഷ്യൻസി ആണ്, which mainly leads to prolonged bleeding. ഓക്കെ, ഇങ്ങനെ സ്റ്റോപ്പ് ആവാണ്ട്, നമുക്ക് മുറിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവില്ലേ? ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഡിസീസ് വന്നാല് ആക്ച്വലി അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല, പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ആണ്. സോ ഇറ്റ് ഈസ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. ഓക്കെ, നിങ്ങൾ ഈ എക്സ്പ്ലനേഷൻ പഠിക്കുന്നതിന്റെ കൂടെ ഇവർക്ക് ഇതുപോലത്തെ എക്സ്ട്രാ പോയിന്റ്സും കൂടി കിട്ടും. നമ്മൾ PSC ആണ് പഠിക്കുന്നത് അല്ലെ, അപ്പൊ നമ്മള് ഒരു പോയിന്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഈ ഓരോരോ പോയിന്റ്സും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ഈൽഡിംഗ് പോയിന്റ്സ് ആണ്. സോ അതൊക്കെ ഓർത്ത് വെക്കണേ. എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്, മെയിൻലി അഫക്റ്റിംഗ് മെയിൽസ്. ഓക്കെ, മെയിൽസ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് എക്സ് ലിങ്ക്ഡ്, XY ആണ് മെയിൽസിന് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത്? ഹീമോഫീലിയ ബി, ദാറ്റ് ഈസ് ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 9 ആണ്. പിന്നെ എന്താണ് ഓൾസോ നോൺ ആസ് ക്രിസ്മസ് ഡിസീസ് അല്ലെ, ക്രിസ്മസ് ഡിസീസ് എന്നും പറയും. പിന്നെ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് ഒരു പ്രൈമറി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, 8 ഡെഫിഷ്യൻസി, ഫാക്ടർ 8 ഡെഫിഷ്യൻസിന്റെ ഒരു പ്രൈമറി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ് അവർ പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷൻസ്, അതുപോലെ തന്നെ ഫാക്ടർ 8 അഡ്ഹഷൻസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പ്രൈമറി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇസ് DIC, which is involved in multiple clotting. ഓക്കെ, കൺസെപ്ഷൻസ് ഓഫ് മൾട്ടിപ്പിൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിലൊക്കെ ഇൻവോൾവ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മൾ ആ ഒരു ടാബുലർ കോളം കാര്യങ്ങളൊക്കെ പഠിക്കാൻ തന്നിരുന്നു, അല്ല ഓർമ്മയില്ലേ? ഇപ്പൊ ആരോ തെറ്റി ആൻസർ ചെയ്തു അല്ലെ, പക്ഷെ ക്ലിയർ ആയില്ലേ? ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി നമ്മൾ വിശ്വസിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The osmotic fragility test is used for diagnosis of option A, sickle cell anemia, then option B, thalassemia, then option C, hereditary spherocytosis, then option D, aplastic anemia. ഏതാണ് osmotic fragility test? എന്തിനെ ഡയഗ്നോസ് ചെയ്യാനാ? സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, തലസീമിയ പറഞ്ഞു, ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് പറഞ്ഞു, അപ്ലാസ്റ്റിക് അനീമിയ പറഞ്ഞു. ഏതാ ആൻസർ വരിക? ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ബേസിക് ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണല്ലേ ഇതെല്ലാം? അതെ അതെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, സിമ്പിൾ ആണ്. ഏതാ വരുക? ഓക്കെ, കുറെ ആൾക്കാർ ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്, നോക്കാം നമുക്ക്. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ അല്ല, ഹെറിഡിറ്ററി സ്ഫിറോസൈറ്റോസിസ്. സോ ഫ്രജൈലിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നത് അല്ലെ, പെട്ടെന്ന് ഒന്ന് പൊട്ടിപ്പോകുന്നത് എന്നൊക്കെ പറയുന്ന പോലെ അല്ല, ആ ഒരു മീനിങ് ആണ് വരുന്നത് ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഓസ്മോട്ടിക് ഫ്രജൈലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഹെറിഡിറ്ററി സ്ഫിറോസൈറ്റോസിസ് എന്ന് പറയുന്നത്
ഈ ഷേപ്പ് ഓക്കെ അവരുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നുണ്ട് അല്ലെ. സ്പെറിക്കൽ ഷേപ്പ് ആൻഡ് ലാക്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി മേക്കിംഗ് ദം മോർ പ്രോൺ ടു റപ്ചർ അല്ലെ. ഏത് മീഡിയത്തിലാണ് ഏത് കണ്ടീഷനിലാണ് ഹൈപ്പോട്ടോണിക് സലൈൻ സൊല്യൂഷൻ. ഓക്കെ സോ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഹൈപ്പോട്ടോണിക് സലൈൻ സൊല്യൂഷൻ. അത് നോക്കി വെക്കണം. ഇനി അതർ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, തലസീമിയ ഉണ്ട്. ഓക്കെ ഈ തലസീമിയ ഒക്കെ ടാർഗറ്റ് സെൽസ് ഒക്കെ കാരണം ഇവർക്ക് കുറച്ചുകൂടി എന്താണ് ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി കുറച്ച് കൂടുതലാണ്. അതായത് അവർ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവില്ല. മറ്റതിന്റെ കാരണോ സിക്കിൾ സെൽ അനീമിയ അങ്ങനെ തന്നെ കുറച്ച് എന്താണ് അവര് സസെപ്റ്റബിൾ ആണ്. ഓക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ല. അപ്ലാസ്റ്റിക് അനീമിയ എന്ന് വെച്ചാല് ഇൻവോൾവ്സ് ബോൺ മാരോ ഫെയിലിയർ. ഓക്കെ ദാറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു RBC മെംബ്രെയിനോ കാര്യങ്ങളായിട്ടൊന്നും റിലേറ്റഡ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ഇതിന്റെ ഒരു ടാബുലർ കോളും നമ്മൾ അയച്ചു തന്നിരുന്നു. പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടുണ്ട് അല്ലേ? കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡൗട്ടും ഇല്ല അവർക്ക്. ഓക്കെയാണ് അവര്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു എനർജി നിങ്ങൾ അങ്ങത്തോളം വേണേ. ഓക്കെ നിങ്ങൾ ഈ കമന്റ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഒപ്പം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോർമൽ യൂറിൻ pH ഈസ് ടിപ്പിക്കലി 2 to 4, then 4.5 to 8, then 8.5 to 10, then 1.5 to 3.5. ഏതാണ് pH? യൂറിന്റെ pH എത്രയാ? നോർമൽ യൂറിൻ pH എത്രയാണ്? ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ ചിലരൊക്കെ ലാബിലും വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. എല്ലാവർക്കും അറിയാം. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് 4.5 to 8. 4.5 to 8 ആണ് ആൻസർ. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ 4.5 to 8 എന്ന് പറയുന്നത്? ആക്ച്വലി ഇത് ഈ ഒരു pH എന്ന് പറയുന്നത് ഡയറ്റ്, അതുപോലെ ഹൈഡ്രേഷൻ, മെറ്റബോളിക് ആക്ടിവിറ്റി ഇതൊക്കെ റിലേറ്റഡ് ആണ് അല്ലെ. നമ്മളെ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ മാറിയാൽ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു ചൂട് കൂടിയാൽ തന്നെ നമ്മൾ ചിലപ്പം നമ്മൾ ഈ യൂറിന്റെ pH ഒക്കെ മാറിപ്പോ. ഓക്കെ സോ അസിഡിക് pH പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 6 ഒക്കെ ആവുമ്പോൾ എന്താണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്സ് അല്ലെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ് എല്ലാം ഒക്കെ ഉണ്ടാവുമ്പോൾ അസിഡിക് യൂറിൻ ആണ്. ദെൻ ആൽക്കലൈൻ pH ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 7 അങ്ങനെയൊക്കെ വരുമ്പോൾ ആൽക്കലൈൻ pH ആണ്. 7 കൂടുതൽ വരുമ്പോൾ വെജിറ്റേറിയൻ ഡയറ്റ്സ് അല്ലെങ്കിൽ UTI ഓക്കെ മോസ്റ്റ് കോമൺലി നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, പ്രോബ്ലം ആണ് UTI. ഓക്കെ ഇതൊക്കെ വരുന്നത് ആൽക്കലൈൻ യൂറിൻ ആവുമ്പോഴാണ്. മെറ്റബോളിക് ആൽക്കലോസിസ് ഇതൊക്കെ വരുന്നത്. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് പറയുന്നത് 2 to 4, 2 acidic, not physiologically normal. Then വരുന്നത് 8.5 to 10 ഒക്കെയാണ്. That is also alkaline, indicate UTI with urea അല്ലെ. യൂറിയ സ്പ്ലിറ്റിംഗ് ബാക്ടീരിയ ഓർ എന്താണ് കണ്ടാമിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ then 1.5 to 3.5 it is extremely acidic. ഓക്കെ സോ ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചാൽ വേണമെങ്കിൽ തിരിച്ചും ചോദ്യം വരാം. ഓക്കെ തിരിച്ചും വരാം. എങ്ങനെ വേണമെങ്കിലും ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ചോദിക്കാൻ പറ്റിയതാണ്. സോ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു അളവൊന്ന് പഠിച്ചു വെച്ചോളൂ. ഓക്കെ അസിഡിക്കും ബേസിക്കും ദെൻ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. യൂറിന്റെ മാത്രമല്ല ബാക്കിയുള്ള കോമ്പണൻസിന്റെ എല്ലാം പഠിച്ചു വെക്കണം. ക്ലിയർ? സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. Reise test is used for differentiation of ascitic fluid transudate versus exudate, CSF from plasma, then synovial fluid, urine proteins. ഏതാണ് Reise test? എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്? ഒന്ന് കമന്റ് ചെയ്യോ? ആണല്ലേ. പതുക്കെ ഇങ്ങനെ കമന്റ് വരുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെന്നുള്ളൂ. ഒത്തിരി സ്ലോ ആണ്. കുറച്ച് സ്ലോ ആണ് അവര്. വരുന്നുണ്ട്. ഉറപ്പായി ഏതാണല്ലേ. ഇപ്പൊ എന്താ നമുക്ക് നോക്കിയാലോ? ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. ഓപ്ഷൻ എ ആണ് അല്ലേ? എന്താണ് ഓപ്ഷൻ എ? ഓപ്ഷൻ എ ആണ് വരുന്നത്. Reise test helps to differentiate exudate from transudate, ascitic fluid, especially useful for diagnosing tuberculosis,
പെരിട്ടോണൈറ്റിസ്. ഓക്കെ, ഇത് ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ ജസ്റ്റ് ഒരു പ്രൊസീജിയർ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പഠിക്കുന്ന 1 drop of glacial acetic acid in 100 ml of distilled water. അതായത് ഒരു ഡ്രോപ്പ് ഓഫ് acidic fluid is added to the test tube. ഓക്കെ, containing എന്താണ് diluted acetic acid. സോ അതിന്റെ ഒരു ജസ്റ്റ് ഒരു അളവ് പറഞ്ഞതാണ്. പോസിറ്റീവ് റിസൾട്ട് എക്സ്യൂഡേറ്റ് ആണെങ്കിൽ ഡ്രോപ്പ് ഫോം ദാറ്റ് ഇസ് ക്ലൗഡി precipitate ആയിരിക്കും. ഇനി നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ the solution remains clear. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല ഇത്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പോകാൻ പറ്റിയ കാര്യമാണ്. പിന്നെ അതർ ഓപ്ഷൻസ് പറയുമ്പോൾ നമ്മൾ CSF ആണ്, റിവാൾട്ടാസ് ടെസ്റ്റ് ഒന്നും ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് പക്ക എന്താ പറയാ ബയോകെമിക്കൽ അനാലിസിസ്, പ്രോട്ടീൻ ഗ്ലൂക്കോസ് ഒക്കെ വരുന്നത്. ദെൻ സൈനോവിൽ ഫ്ലൂയിഡ് ഉണ്ട് വിച്ച് ഇവാലുവേറ്റ്സ് ദ വിസ്കോസിറ്റി അല്ലെ, അല്ലെങ്കിൽ WBC കൗണ്ട്, ദെൻ ക്രിസ്റ്റൽ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതാണ്. സോ റിവാൾട്ട ടെസ്റ്റ് അതിലും ഇല്ല. ദെൻ യൂറിൻ പ്രോട്ടീൻസ് അല്ലെ assessed using dipstick test or എന്താണ് സൾഫോസാലിസൈലിക് ആസിഡ് ടെസ്റ്റ് ആണ്. റിവാൾട്ട ടെസ്റ്റും കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, സോ ഇത് സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ തിരിച്ചും മറിച്ചും ട്വിസ്റ്റ് ചെയ്തിട്ടൊന്നും ചോദിച്ചതല്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which test is used to detect protein in urine? Benedict's test, Hay test, then Rothera's test, then sulfosalicylate test. ഏതാണ്? എല്ലാവരും കമന്റ് ചെയ്യണം. പ്രോട്ടീൻ ഇൻ യൂറിൻ ഏത് ടെസ്റ്റാണ് നമ്മൾ നോക്കാറ്? ബെനഡിക്സ് ടെസ്റ്റ് ആണോ, ഹേ ടെസ്റ്റ് ആണോ, അതോ റൊത്താര ടെസ്റ്റ് ആണോ, സൾഫോസാലിസൈലിക് ടെസ്റ്റ് ആണോ? ഏതാണ് നോക്കാറ്? സൾഫോസാലിസൈലിക് ആസിഡ് ടെസ്റ്റ് ആണെന്നാണ് അവർ പറയണേ. കുറെ ആൾക്കാർ അത് പറയുന്നുണ്ട്. മെജോറിറ്റി അങ്ങനെ ഓപ്ഷൻ ഡി ലോക്ക് ചെയ്തു. ഓപ്ഷൻ ഡി ലോക്ക് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം ആൻസർ. ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലെ? വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. അറിയാം നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മെൻഷൻ ചെയ്ത് പോവാം. സോ ഇത് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ് അല്ലെ, ഫോർ ഡിറ്റക്ടിങ് ദ പ്രോട്ടീൻസ് ഇൻ യൂറിൻ. സോ അത് ഒന്ന് തലയിൽ ഓർമ്മിച്ച് വെച്ചോളൂ, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. പിന്നെ എന്താ പറയുന്നത്, when sulfosalicylate acid test is added to urine, it precipitates proteins causing turbidity. എന്താണ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ടർബിഡ് ആവും അല്ലെ, ടർബിഡിറ്റി കോസ് ചെയ്യും, വിച്ച് ഇൻഡിക്കേറ്റ്സ് എ പോസിറ്റീവ് റിസൾട്ട്. ഇനി അടുത്ത ഈ എക്സ്പ്ലനേഷൻ, അതായത് ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണേ. ബെനഡിക്ട് ടെസ്റ്റ് ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് reducing sugar like glucose in urine. പിന്നെ അറിയില്ല Hay test which is used to detect bile salt in urine, and Rothera's test is used to detect ketone bodies in urine. ക്ലിയർ? സോ ബാക്കിയുള്ള കാര്യങ്ങളും എന്തിന് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നന്നായി പഠിച്ചു വെച്ചോളൂ. ഇനി അടുത്തതിൽ ചിലപ്പോൾ മാറിയിട്ട് ചോദിക്കാം. ഓക്കെ, സോ ബൈൽ സോൾട്ട് ഇൻ യൂറിൻ ചോദിക്കുകയാണെങ്കിൽ ഏതാ, നിങ്ങൾ ഏതാ? ഹേ ടെസ്റ്റ് ആണ് അല്ലെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. അപ്പൊ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Normal glucose level in CSF is approximately 10 mg per dl, then 40 to 70 mg per dl, then 90 to 120 mg per dl, then at last option D, same as serum glucose. ഏതാ വരിക? നോർമൽ ഗ്ലൂക്കോസ് ലെവല് CSF അപ്രോക്സിമേറ്റ്ലി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏത് ഓപ്ഷനാ വരിക? ഒന്ന് കമന്റ് ചെയ്തേ. നോർമൽ ഗ്ലൂക്കോസ് ലെവൽ ഇൻ CSF. എല്ലാവരും ആക്റ്റീവായിട്ട് ചാറ്റ് ചെയ്യണം, ആൻസർ പറയണം. എല്ലാവരും റിപ്പീറ്റ് ആയിട്ട് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ പറയുന്നല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആൻസർ ചെയ്തോ, നമുക്ക് ഒന്നിച്ച് ആൻസർ ചെയ്ത് പോവാലോ. എല്ലാവർക്കും ചിലപ്പോ എല്ലാം അറിഞ്ഞിരിക്കും, ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് പ്രശ്നമില്ല. വെറുതെ ഇത് എന്താണ് പാസീവ് ആയിട്ട് ഇങ്ങനെ കേൾക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിട്ട് എനിക്കിത് അറിയോ, ഇനിയിപ്പോ തെറ്റായ എന്തെങ്കിലും വിചാരിക്കോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് എന്താ അറിയുന്ന വെച്ചാൽ അതങ്ങ് കമന്റ് ചെയ്യാം. നമുക്കിവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്ക് സി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി, യെസ്, ദാറ്റ് ഈസ് 40 to 70 അല്ല, ആ റേഞ്ച് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് സീറത്തിലെ 60 to 70 ആണ്. ആൻഡ് വിച്ച് ട്രാൻസ്ലേറ്റ് ടു ഫർദർ ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ബ്രെയിൻ ദെൻ സെല്ലുലർ യൂട്ടിലൈസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് 40 to 70 mg per ഡെസിലിറ്റേഴ്സിലാണ് വരിക. സോ അത് ഈ റേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. സോ നിങ്ങൾ
ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സ് അല്ലെ, അതായത് ഇവര് എന്തെങ്കിലും ഒരു ചെറിയ ബുക്സോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ മിററിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ലാബിന്റെ അവിടെയോ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലോ പെട്ടെന്ന് നിങ്ങളുടെ വിഷൻ പോകുന്ന സ്ഥലത്ത് ഒന്ന് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ചെയ്ത് വെക്കാം. പിന്നെ ഒരു ചെറിയൊരു നോട്ട് ഇങ്ങനത്തെ ഈ വാല്യൂസ് കുറെ വാല്യൂസ് ഉണ്ട് ഇവർക്ക് പഠിക്കാൻ. ഇവർക്ക് കളറൊക്കെ വേറെ വേറെ കളർ പെൻസിലുണ്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പെട്ടെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെ. അങ്ങനെയെല്ലാം ഓരോരോ ട്രിക്കെല്ലാം യൂസ് ചെയ്തിട്ട് ഈ നോർമൽ വാല്യൂസും കാര്യങ്ങളൊക്കെ പഠിക്കണം. Okay, so other option explanation എന്ന് പറഞ്ഞാൽ 10 milligrams per deciliter എന്ന് പറഞ്ഞാൽ too low ആണല്ലേ. ബാക്ടീരിയൽ മെയിൻ ആയിട്ട് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ മെനഞ്ചൈറ്റിസിലൊക്കെ കാണുന്നത് അതൊന്നും നോർമൽ അല്ല. ദെൻ 90 to 120 പറയുന്നത് നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസ് അല്ലെ, ബ്ലഡ് ഗ്ലൂക്കോസ് നോർമൽ വാല്യൂ ആണ്. ദെൻ പറയുന്നത് സെയിം ആസ് ദ സീറം ഗ്ലൂക്കോസ് ഇൻകറക്റ്റ് ആണ്, ബിക്കോസ് CSF ഗ്ലൂക്കോസ് ഇസ് ലോവർ ദാൻ ദ സീറം ഗ്ലൂക്കോസ്. ഓക്കെ 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 സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. Oligospermia is options നോക്കാം. Absence of semen, then option B decreased sperm motility, then option C low sperm count, then at last option D abnormal sperm morphology. ഏതാ വരുവാ? Oligospermia ആബ്സെൻസ് ഓഫ് സെമൻ ആണോ, അതോ സ്പെർമിന്റെ മോട്ടിലിറ്റി ഡിക്രീസ് ആവുന്നതാണോ, അതോ ലോ സ്പെർം കൗണ്ട് ആണോ, അതോ നമ്മുടെ അബ്നോർമൽ സ്പെർമിന്റെ ഒരു മോർഫോളജി ഉണ്ടല്ലോ അത് അബ്നോർമൽ ആവുന്നതാണോ? ഏതാ ആൻസർ വരുക? ഒളിഗോസൂസ്പെർമിയ. ഇവർക്ക് കുറെ ടേംസ് ഉണ്ട്. സ്പെർം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം യൂറിനിലും പഠിച്ചിട്ടുണ്ട് അല്ലെ, അങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ, കുറെ ടേംസ് ഉണ്ട് ഇവർക്ക്. സോ അത് നന്നായി ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വേർഡ് കാണുമ്പോ, അതായത് ഒളിഗോ അല്ല സൂ, ഓക്കെ സൂ മോട്ടൈൽ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കണക്ഷൻ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ട് കുറെയൊക്കെ നമുക്ക് പഠിക്കാം. ഒരു 80-85% നമുക്ക് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാനേ ഉള്ളൂ വേർഡ് മീനിങ് വെച്ചിട്ട്. കുറച്ച് മിക്സഡ് ആയിട്ട് കമന്റ് വരുന്നുണ്ട്. കമന്റ് കുറച്ച് മിക്സഡ് ആണ്, പക്ഷെ മെജോറിറ്റി സി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ സി തന്നെയാണ്. Okay, so oligozoospermia, which refers to the low concentration of sperm. Okay, low, അതായത് ഒളിഗോ എന്ന് വെച്ചാൽ നിങ്ങൾ ഒളിഗോമേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ അല്ലെ, ചെറിയ ന്യൂക്ലിയോടൈഡ്സ് ആയിട്ടുള്ള അതിനെ നമ്മൾ ഒളിഗോമേഴ്സ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു WHO പറയുന്നത് 15 million sperm per ml ആയിരിക്കും എന്താണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ കൂടുതൽ കുറവൊക്കെ ആയാൽ അത് വിച്ച് വിൽ ലീഡ് ടു മെയിൽ ഇൻഫെർട്ടിലിറ്റി. So, oligozoospermia refers to the low concentration of sperm. Okay, ഇനി വേറെ ഉണ്ട് absence of spermനെ വിളിക്കുന്നതാണ് എന്ത്, known as aspermia. നമ്മൾ എന്തിന്റെ ഒരു ആബ്സെൻസിനെ കാണിക്കുന്ന A എന്ന് വെച്ചിട്ടാണ് അല്ലെ, A എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. സോ അതൊന്ന് ഓർത്ത് വെച്ചോളൂ, അങ്ങനെ ഓർത്ത് വെച്ചോളൂ. Then decreased sperm motility, that is called as asthenozoospermia. Okay, decreased sperm motility. പിന്നീട് abnormal sperm morphology, which is referred to as teratozoospermia. Terato, that is morphology ഒക്കെ മാറിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ അതും ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഒന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഒളിഗോസൂസ്പെർമിയ മാത്രമല്ല ബാക്കി ഓപ്ഷൻസിന്റെ കൂടി ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരൊക്കെ ഒന്നും കൂടി ഒന്ന് ടാർഗറ്റ് ചെയ്തൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. The most commonly used concentration of formalin 1%, 10%, 70%, and then 95%. Formalin നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എത്രയാ ഫോർമാലിൻ? ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം, ഒന്ന് ചാറ്റ് ചെയ്യണം, ആക്റ്റീവ് ആയിട്ട് ചാറ്റ് ചെയ്യൂ. അതെ, 95 ആണോ, അതോ 70 ആണോ, അതോ 10 ആണോ, അതോ നമ്മുടെ ഓപ്ഷൻ എ 1 ആണോ? ഏതാ വരുവാ? എത്ര പെർസെന്റേജാ? പോരാ, അവര് ആൻസർ ചെയ്യുന്നതൊന്ന് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവണം അല്ലേ. ഒരു നെറ്റ് സ്ലോ ആയിട്ടാണോ എന്നറിയില്ല, എന്നാലും ഒന്ന് ആൻസർ ചെയ്യാം കേട്ടോ എല്ലാവരും. ചിലപ്പോൾ നെറ്റ് സ്ലോ ആയിട്ട് നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തി, ഇനി ഇപ്പൊ ഞാനൊന്നും ആൻസർ ചെയ്യുന്നില്ല, അങ്ങനെ എല്ലാം ആൻസർ ചെയ്തോളൂ. അതെ, നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ചാറ്റിങ്ങിൽ. നിങ്ങളുടെ സെഷൻ ആണ് ഇത് അല്ലെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻ ആണ്. അപ്പൊ നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് അങ്ങ് പോകും. ഓക്കെ,
ഓപ്ഷൻ ബി ആണ് ഒരുവിധം എല്ലാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് അല്ലെ? പെർസെന്റേജ് അല്ലെ, 10% നമ്മൾ പറയുന്നത്. എന്താണ് നമ്മളെ ടിഷ്യൂ സ്പെസിമെൻസ് ഇൻ ഹിസ്റ്റോപാത്തോളജിയിലൊക്കെ 10% യൂസ് ചെയ്യുക. നോർമലി അല്ലെങ്കിൽ എന്താണ് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ 4% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ്, അത് ഗ്യാസ് ഇൻ വാട്ടർ, ബഫർ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വിച്ച് പ്രിവെന്റ്സ് ദ ഫർദർ ഡാമേജ് അല്ല. ആ ഒരു മോർഫോളജി നമ്മളെ ഉദ്ദേശം എന്താണ്? ആ ഒരു മോർഫോളജി അങ്ങനെ തന്നെ വെച്ച് നിർത്തണം അല്ലെ. എത്ര കാലങ്ങളോട് നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് അതിനെ എടുത്തു നോക്കാം. അത്രയും പ്രിസർവ്ഡ് ആയിരിക്കണം. അതിന്റെ ഒരു മോർഫോളജിയിൽ ഒരു വ്യത്യാസവും വരാൻ പാടില്ല. സോ ഏതാണ് ആൻസർ? 10% അല്ലെ, ബി ആയിരുന്നു. ഓക്കെ, സോ അത് എക്സ്പ്ലനേഷൻ പറയുന്നത് 1% പറയുമ്പോൾ ടു ഡൈല്യൂട്ട് ആണ്, എഫക്റ്റീവ്ലി ഫിക്സ് എന്താണ് ഭയങ്കര ഡൈല്യൂട്ട് ആയിപ്പോയി. സോ അത് ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. Then 70% commonly used for alcohol-based preservation and not for formalin. Then 95% usually refers to ethanol that is used for routine formalin fixation. So clear അല്ലേ ഇത്? Okay, so ആ ഒരു ശതമാനം ഒന്ന് നന്നായി ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The process of impregnating tissue with paraffin wax is called fixation, embedding, infiltration, then dehydration. ഏതാണ്? ഇംപ്രഗ്നേറ്റിംഗ് ടിഷ്യൂ വിത്ത് പാരഫിൻ വാക്സ്, ആ പ്രോസസ്സിന് എന്താ പറയുക? ഡീഹൈഡ്രേഷൻ ആണോ, ഇൻഫിൽട്രേഷൻ ആണോ പറയാ, എംബഡിംഗ് ആണോ പറയാ, ഫിക്സേഷൻ ആണോ? ഏതാ ആൻസർ വരിക? മിക്സഡ് ആൻസേഴ്സ്. അതെ, ഓപ്ഷൻസ് ഉള്ള എല്ലാരും മിക്സ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആൻസർ ഡി ആണ്. ഡി കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം അല്ലെ? യെസ്, ഓപ്ഷൻ ശരിക്കും ഡി ആണ് വരുന്നത്. ദാറ്റ് ഇസ് ഇൻഫിൽട്രേഷൻ. സോ ഇൻഫിൽട്രേഷൻ ആഫ്റ്റർ ഡിഹൈഡ്രേഷൻ ആൻഡ് ക്ലിയറിംഗ് നമ്മൾ ചെയ്യുന്നതാണ്. ഇൻഫിൽട്രേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഇംപ്രഗ്നേറ്റിംഗ് ടിഷ്യൂ വിത്ത് molten paraffin wax, which is done after the dehydration and clearing. So it allows the wax to penetrate അല്ലെ, നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോവാൻ പറ്റും. മേക്കിംഗ് the specimen firm enough to be sectioned with a മൈക്രോടോം അല്ലെ. നമുക്ക് അത്രയും തിൻ ആയിട്ടുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് കിട്ടേണ്ടത്. സോ ഈ ഒരു ഇൻഫിൽട്രേഷൻ, ഡിഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ആ ഒരു പ്രോസസ് നന്നായിട്ട് നോക്കി പോണം. ഓക്കെ, ആ ഒരു ആ ഒരു ഏത് കഴിഞ്ഞ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർക്കേണ്ടതാണ്. ഓക്കെ, സോ എല്ലാവരും ഉത്തരം ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇൻഫിൽട്രേഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഫിക്സേഷൻ, ദാറ്റ് ഇസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ടു പ്രിസർവ് ടിഷ്യൂ സ്ട്രക്ചർ കോമൺലി വിത്ത് ഫോർമാലിൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ എംബെഡിംഗ് ഉണ്ട്. ദെൻ ആഫ്റ്റർ ഇൻഫിൽട്രേഷൻ placing the infiltrate tissue into the mold with paraffin to give it a block അല്ലെ, ഒരു ബ്ലോക്ക് ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട്. then dehydration means the removal of water removing-നെ നമ്മൾ dehydration പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, using graded alcohols before infiltration. ക്ലിയർ അല്ലേ? സോ ആ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊന്നും റെഫർ ചെയ്യാം, മറന്നു പോവാം, ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. കാര്യങ്ങളൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോ അല്ലേ, വെറുതെ ഇരിക്കാതെ എന്തായിരുന്നു അതിന്റെ പേര് അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം. എല്ലാവർക്കും മറന്നു പോവാം. അതെ, സോ പ്രത്യേകിച്ച് ഈ ബയോളജിക്കൽ ടേംസും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉള്ളതാണ്. സോ നിങ്ങൾ എപ്പോഴും മെമ്മറൈസ് ചെയ്തോണ്ടേ നിൽക്കുക, റിവൈസ് ചെയ്തോണ്ടേ ഇരിക്കുക. അതെ, വെറുതെ ചുമ്മാ കിടക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഉറങ്ങണം കിടക്കാൻ മുന്നേ കിടക്കുന്നതിന്റെ മുന്നേ ഫോണിൽ കളിച്ചൊന്നിരിക്കാതെ കുറച്ചു നേരം ഇങ്ങനെ കിടന്ന് ആലോചിക്കാം. ഓക്കെ, എക്സാം കഴിയുന്ന വരെ കുറച്ച് എഫോർട്ട് അങ്ങ് എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയറിംഗ് ഈസ് ഡൺ യൂസിങ് ആൽക്കഹോൾ, ഫോർമാലിൻ, സൈലിൻ, ഈതർ. ക്ലിയറിംഗ് എങ്ങനെയാ ക്ലിയറിംഗ് നോക്കുന്നേ? നമുക്ക് ആൻസർ നോക്കാം അല്ലെ? ഓക്കെ, ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ദാറ്റ് ഈസ്
സൈലീൻ അല്ലെ, സൈലീൻ ആണ് ആൻസർ വരുന്നത്. സോ നമുക്കറിയാം ക്ലിയറിംഗ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ പ്രോസസിംഗിലെ സ്റ്റെപ്പ് ആണ്, വേർ ആൽക്കഹോൾ ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ സബ്സ്റ്റൻസ് ലൈക്ക് സൈലിൻ അല്ലെ. ആൽക്കഹോൾ എന്ന് പറയുന്ന റീപ്ലേസ് ചെയ്തിട്ട് ഈ സൈലിൻ ആക്ച്വലി മിസിബിൾ ആണ്. ദേ ക്യാൻ ബി ഡൈല്യൂട്ടഡ് വിത്ത് ബോത്ത് ആൽക്കഹോൾ ആൻഡ് വിത്ത് പാരഫിൻ വാക്സ്. സോ നമ്മൾ സൈലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സൈലിൻ മേക്സ് ദ ടിഷ്യൂ ട്രാൻസ്പെറന്റ്, ക്ലിയർ ആൻഡ് പ്രിപ്പയർസ് ഇറ്റ് ഫോർ ഇൻഫിൽട്രേഷൻ വിത്ത് എ മോൾട്ടൺ പാരഫിൻ അല്ലെ. നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ നല്ല എന്താണ്, നല്ല സ്ലൈസ് ആയിട്ടുള്ള നല്ല ഒരു ടിഷ്യൂ സാമ്പിൾ കിട്ടേണ്ടതാണ് നമ്മുടെ ഉദ്ദേശം. എന്നാലേ നമുക്ക് അതിന്റെ ആ ഒരു അൾട്രാ നന്നായിട്ട് ആ സെല്ലിന്റെ എന്തൊക്കെയാണ് അതിലുള്ളത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു പ്രോസസ്സ് സൈലീൻ പറയുന്നത് നമ്മൾ ആഡ് ചെയ്യും, വിച്ച് ഇസ് മിസിബിൾ വിത്ത് ബോത്ത് ആൽക്കഹോൾ ആൻഡ് പാരഫിൻ വാക്സ്. Okay, ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ആൽക്കഹോൾ യൂസ് ഫോർ dehydration and is not for clearing. Then formalin used for fixation, not for clearing. Then either rarely used or was historically used. Okay, historically use ചെയ്തതാണ് used for dehydration or lipid dissolution, not a standard എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ക്ലിയറിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ത് ഈതർ എന്ന് പറയുന്നത്. സോ അതൊന്ന് മാറിപ്പോവാതെ നോക്കണം. നിങ്ങൾ ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെറിയ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ കാണാം. സോ സൈലിൻ ആണ് ആൻസർ. ഈത്തറും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കണ്ട, ഹിസ്റ്റോറിക്കലി യൂസ്ഡ് എന്നാ പറയുന്നത്. സോ സൈലിൻ ആണ് ആൻസർ. അതെ, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല, സൈലിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Optimum thickness for paraffin section is 1 to 2 μm, 3 to 5 μm, then 8 to 10 μm, then at last 10 to 12 μm. ഏതാ ഓപ്ഷൻ വരാം? ഒപ്റ്റിമം തിക്നെസ് ഓഫ് പാരഫിൻ, ഒപ്റ്റിമം തിക്നെസ്. അപ്പോ ആൻസർ നോക്കാം നമുക്ക്. ഓക്കെ, അവര് കമന്റ് ചാറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ, കുറച്ച് ആൻസേഴ്സ്. പക്ഷെ എല്ലാവരും ഒന്ന് ആക്റ്റീവായി നിൽക്കൂ. ഓക്കെ, എല്ലാവരും ഒന്ന് ആക്റ്റീവായി, കുറച്ചുകൂടി വരട്ടെ. എല്ലാവരും മിണ്ടാതെ ഇരിക്കാൻ പാടില്ല. എല്ലാവരും ഒന്ന് ആക്റ്റീവായി ചാറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അവർ കമന്റ് ചെയ്ത പോലെ തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ. സിമ്പിൾ ആണല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒപ്റ്റിമം തിക്നെസ് അല്ലെ, എത്രയാണ്? 3 to 5 മൈക്രോമീറ്റർ തിക്നെസ് ആണ് നമ്മൾ എടുക്കുന്നത്. ദിസ് തിക്നെസ് എൻഷുവേഴ്സ് ദ ഡീറ്റെയിൽസ് സെല്ലുലാർ സ്ട്രക്ചർ അല്ലെ. നമ്മൾ എന്താണ് മൈക്രോസ്കോപ്പിക്കലി വ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ കാണണമെങ്കിൽ നമ്മൾ 3 to 5 മൈക്രോമീറ്റേഴ്സിലെ തിക്നെസ്സിൽ വേണം എടുക്കാൻ. സോ ഇനി ഇതിപ്പം എന്താണ് കുറഞ്ഞു പോയാല്, ഓക്കെ, ഇൻ കേസ് ടു തിൻ ഫോർ റുട്ടീൻ ലൈറ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ അതെന്താണ്, ടു തിൻ ആയിപ്പോയാൽ എന്താണ് നമുക്ക് ഈ ലൈറ്റ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ റുട്ടീൻ ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. ദാറ്റ് ഇസ് സ്പെഷ്യൽ ടെക്നിക് ലൈക്ക് എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തിക്നെസ് ആണ് 1 to 2 മൈക്രോമീറ്റേഴ്സ്. ഓക്കെ, ഇനി 8 to 10 ആയിപ്പോയാല് ദാറ്റ് ഈസ് ടു തിക്. സോ നമുക്ക് ഈ ഡീറ്റെയിൽസ് സെല്ലുലാർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ക്ലിയർ ആയിരിക്കില്ല. പിന്നെ 10 to 12 ആണെങ്കിൽ എന്താണ് സ്പെഷ്യൽ ടിഷ്യൂസ് ലൈക്ക് നമ്മുടെ ബ്രെയിൻ, ഓക്കെ, ബ്രെയിൻ അല്ലെങ്കിൽ ബോൺസ്, ഇതൊക്കെ ചെയ്യുന്നതാണ് 10 to 12. അതൊന്ന് ഓർത്തു വെച്ചോ, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻ ആണ്. ബ്രെയിൻ ബോൺസിന്റെ 10 to 12 അല്ലെ, 10 to 12 സ്പെഷ്യൽ ടിഷ്യൂസ് ലൈക്ക് ബ്രെയിൻ ബോൺസ്. ഇന്ന് തന്നെ ഒരു കുഞ്ഞ് ഷോർട്ട് നോട്ട് ആക്കി അങ്ങ് എഴുതി വെച്ചോളൂ. ഓക്കെ, കാരണം നമ്പേഴ്സ് ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. എത്ര മ്യൂം ആണ് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ്, നമ്പേഴ്സ് നമുക്ക് എന്തായാലും മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ, ഓപ്ഷൻ എ സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയൈ, കൊളാജിൻ. ഇതിൽ ഏതിന് സ്റ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്? സൈറ്റോപ്ലാസം ആണോ, മൈറ്റോകോൺട്രിയ ആണോ, അതോ ന്യൂക്ലിയർ ആണോ, അതോ കൊളാജിൻ ആണോ? ഏതാണ് ആൻസർ വരുക? നമുക്ക് ആൻസർ നോക്കാം. എല്ലാരും കമന്റ് ചെയ്യാം. യെസ്, ഓപ്ഷൻ സി ആണ് ഒരുവിധം എല്ലാരും പറയുന്നത്. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ന്യൂക്ലിയൈ അല്ലേ. പിന്നെ സൈറ്റോപ്ലാസത്തിന് സ്റ്റെയിൻ ചെയ്യാൻ ഏതായിരുന്നു യൂസ് ചെയ്യുന്നത്? സൈറ്റോപ്ലാസം. ഇത് ഹെമറ്റോക്സിലിൻ ന്യൂക്ലിയൈ ആവുമ്പോ സൈറ്റോപ്ലാസം ഏതാണ്? ഒന്ന് ചാറ്റ് ചെയ്തേ നോക്കട്ടെ. ഹെമറ്റോക്സിലിൻ ന്യൂക്ലിയൈ ആണെങ്കിൽ സൈറ്റോപ്ലാസം സ്റ്റെയിൻ ചെയ്യാൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഏതാണ്?
എല്ലാരും ഓപ്ഷൻസ് എല്ലാവരും എന്റെ തിരക്കിലാണ്. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. വെരി ഗുഡ്. ഇയോസിൻ ആണല്ലേ? യെസ്. ഹെമറ്റോക്സിലിൻ പറയുമ്പോ എപ്പോഴും കൂടുതൽ അതെ, ആ ഒരു ഒരുമിച്ചുള്ളതാണ് ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ എന്ന് പറയുന്നത്. വെരി ഗുഡ്. സോ ഇതില് ആൻസർ എന്ന് പറയുന്നത് നമ്മളെ ന്യൂക്ലിയർ സി ആണല്ലേ? സി ആണ്. സോ ഹെമറ്റോക്സിലിൻ ഈസ് എ ബേസിക് ഡൈ. ഈ ബേസോഫിലിക് ആണ് അല്ലെ? ബേസോഫിലിക് സ്ട്രക്ചേഴ്സ് ഒക്കെ സ്റ്റെയിൻ ചെയ്യാൻ എന്താണ് നമ്മളെ ന്യൂക്ലിയറിലത്തെ സ്ട്രക്ചേഴ്സ് അല്ലെ? പർപ്പിൾ കളർ ഒക്കെ ആവുന്നത് DNA, RNA ഇതൊക്കെയാണ് നമ്മൾ ന്യൂക്ലിയസിൽ കാണുന്നത്. സോ ഇവരൊക്കെ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഹെമറ്റോക്സിലിൻ. പിന്നീട് അവരുടെ കളർ എന്താണ് നോക്കി വെക്കണേ. പിന്നീട് എക്സ്പ്ലനേഷൻ, ബാക്കിയുള്ള ഓപ്ഷൻസിന് എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ സൈറ്റോപ്ലാസം നിങ്ങൾ പറഞ്ഞു അല്ലെ? നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇയോസിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ അടുത്ത മൈറ്റോകോൺഡ്രിയ ഓൾസോ ജനറലി ടേക്ക് അപ്പ് ഇയോസിൻ ഓർ സ്പെഷ്യൽ മൈറ്റോകോൺഡ്രിയൽ സ്റ്റെയിൻസ്. ഓക്കെ, മൈറ്റോകോൺഡ്രിയ. ദെൻ കൊളാജൻ എന്ന് പറയുന്നത് സ്റ്റെയിൻഡ് പിങ്ക് ബൈ ഇയോസിൻ. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. സ്റ്റെയിൻഡ് പിങ്ക് ബൈ ഇയോസിൻ ഓർ ഗ്രീൻ ബ്ലൂ വിത്ത് മാസൺസ് ട്രൈകോം സ്റ്റെയിൻ. ഓക്കെ, കൊളാജന്റെ കാര്യം. ഓക്കെ, സോ ഇത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇവര് നോക്കിയാല് ശരിക്കും വിത്ത് ഓപ്ഷൻ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഇവർക്ക് കുറെ നോളജ് കിട്ടി. അതെ, 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ശരിക്കും നിങ്ങൾക്ക് കുറെ പഠിക്കാൻ പറ്റും, കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതിലേക്ക് പോവാം. What is the primary fixative used in pap staining? Okay, ethanol, formalin, acetone, then Bowen solution. ഏതാണ് pap staining primary fixative? ethanol ആണോ, formalin ആണോ, acetone ആണോ, Bowen solution ആണോ? നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. യെസ്, ആൻസർ പറയുന്നുണ്ട് എത്തനോൾ ആണ്. യെസ്, വെരി ഗുഡ്. എത്തനോൾ ആണല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്? എത്തനോൾ ആണ്. സോ പാപ്പ് സ്റ്റെയിനിങ്ങിൽ 95% എത്തനോൾ പ്രൈമറി ഫിക്സേറ്റീവ് യൂസ് ടു പ്രിസർവ് ദ സെല്ലുലാർ മോർഫോളജി അല്ലെ? എസ്പെഷ്യലി ഇൻ പാപ്പ് സ്മിയർ. നമ്മൾ നന്നായിട്ട് പാപ്പ് സ്മിയറിനെ പറ്റി പഠിക്കുന്നുണ്ടല്ലേ? സോ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് 95% ethanol. Okay, which rapidly fixes and dehydrates the cells, preventing autolysis and preserving nuclear details. അല്ലെ? autolysis സെൽഫ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യും 95% ethanol യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഫോർമാലിൻ ഉണ്ട്, വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ ടിഷ്യൂ ഫിക്സേഷൻ ഇൻ histopathology. That is not ideal for the cytology smear. Then acetone ഉണ്ട്, that is a cytochemical technically യൂസ് ചെയ്യുന്നതാണ്, but not standard for pap staining. പിന്നെ Bowen solution ഉണ്ട്, a picric acid base fixative ആണ്, which is usually used for histological purposes, not for pap smearും കാര്യമല്ല. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം അല്ലെ? ഫോർമാലിൻ, അസറ്റോൺ അങ്ങനെ ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരാം. ഓക്കെ, സോ ഇത് ഇപ്പൊ നിങ്ങൾ തെറ്റിപ്പോയാൽ അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇന്നേത് എനിക്ക് തെറ്റി, ഇന്നേ ഉത്തരം പറഞ്ഞുകൊണ്ടാ തെറ്റിക്കില്ല. അതെ, തെറ്റിക്കില്ല. ഓക്കെ, അതാണ് നമ്മളെ ഉദ്ദേശം അല്ലെ? നമ്മള് നിങ്ങളെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റിച്ചാല് നമ്മൾ പിന്നീട് നമ്മൾ ഓർമ്മിക്കും. അത് ശ്രദ്ധിച്ച് ചെയ്യാം. ലാസ്റ്റ് ടൈം എനിക്ക് ഇന്നേതിലൊരു മിസ്റ്റേക്ക് പറ്റി, സോ ഇനി ഞാൻ അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു നമുക്ക് ഉള്ളിലൊരു എന്താണ് ഒരു വിശ്വാസം വേണം നമുക്ക്. ഓക്കെ, തെറ്റിക്കില്ല. നമ്മൾ ഒരു വട്ടം തെറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഓർത്ത് വെക്കും എപ്പോഴും അല്ലെ? തെറ്റിക്കുന്നപ്പോ അത്ര വലിയ മഹാകുറ്റൊന്നുമല്ല അല്ലെ? ആർക്ക് വേണമെങ്കിലും തെറ്റൊക്കെ പറ്റാം. അപ്പൊ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി റിഡ്യൂസസ് വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് എറേഴ്സ്? കളക്ഷൻ എറർ, fixation error, then screening errors due to overlapping cells, then radiological errors. ഓക്കെ, ഏതാണ് ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി റിഡ്യൂസസ് വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് എറർ? ഏതാണ് വരുക? നമുക്ക് ആൻസർ നോക്കാം അല്ലെ? ഓക്കെ, അവര് ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, ആൻസർ പറയട്ടെ അല്ലേ? ഓക്കെ, ഏതാ? ഓപ്ഷൻ സി ആണെന്നാണ് പറയുന്നത്. യെസ്, ഓപ്ഷൻ സി ആണ് പറയുന്നത്. അതെ, കുറെ ആൾക്കാർ ഓപ്ഷൻ
ഇടയ്ക്കാരോ എ ഒക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി. യെസ്, ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ തെറ്റിച്ചു പോയി. ഓക്കെ, കുഴപ്പമില്ല. ഇനി തെറ്റിക്കാതിരുന്നാ മതി, പ്രശ്നം. ഓപ്ഷൻ സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സോ LBC അല്ലെ, വിച്ച് ഇംപ്രൂവ്സ് ദ സാമ്പിൾ ക്വാളിറ്റി ബൈ ക്രിയേറ്റിംഗ് തിൻ. എന്താണ് ഉദ്ദേശം? ഭയങ്കര തിൻ ആയിട്ടുള്ള സെക്ഷൻ, സ്ലൈഡില് ഭയങ്കര തിൻ ആയിട്ടുള്ള സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിച്ച് റെഡ്യൂസസ് cells overlapping. This facilitates the easier and more accurate screening, improving detection of abnormal cells. Mostly ഏതിലാണ്? In pap smears. Okay, pap smears ലൊക്കെ ചെയ്യുന്നതാണ് LBC. പിന്നെ വേറെ ഓപ്ഷൻസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കളക്ഷൻ എറേഴ്സ്. LBC does not directly reduce the collection errors but it depends on the techniques. Okay, കളക്ഷൻ എറേഴ്സും കാര്യങ്ങളും ഒന്നുമല്ല. Then fixation errors, radiological errors ഒന്നുമല്ല. radiological errors എന്ന് പറഞ്ഞാൽ unrelated to LBC ആണ് അല്ലെ. LBC is a microscopic diagnostic method ആണ്, not radiological. And fixation errors പറയുമ്പോൾ partially reduced but not the main advantage എന്ന് പറയാണ്. Fixative errors വരില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് ഈസ് കോമൺ സൈറ്റ് ഫോർ FNAC? ഓപ്ഷൻ എ ബ്രെയിൻ, ദെൻ ഓപ്ഷൻ ബി തൈറോയിഡ്, ദെൻ ഓപ്ഷൻ സി ഹേർട്ട്, ദെൻ ഓപ്ഷൻ ഡി ഇൻഡസ്റ്റൈൻ. ഏതാണ് കോമൺ സൈറ്റ് ഫോർ FNAC? ഏതാ കോമൺ സൈറ്റ്? ഇൻഡസ്റ്റൈൻ ആണോ, ഹേർട്ട് ആണോ, അതോ തൈറോയിഡ് ആണോ, അതോ ബ്രെയിൻ ആണോ വരിക? ഏതാണ് കോമൺ സൈറ്റ് ഫോർ FNAC? ഏതാ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഇത് ആരും തെറ്റിക്കില്ല എന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ഇതെല്ലാവരും ശരിയാക്കും. യെസ്, ആൻസർ വരുന്നുണ്ട്. ഇതിൽ കുറച്ച് സ്പീഡ് ഉണ്ട്, നല്ല സ്പീഡ് ഉണ്ട് ആൻസറിന്. ഓക്കെ, സോ അത് നമ്മള് ഈ FNAC പറഞ്ഞു തുടങ്ങുന്നേ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണല്ലേ. FNAC എവിടെ കണ്ടാലും അവര് ചെയ്തോളും. അതെനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അവരാ. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ബി. സോ FNAC വിച്ച് ഈസ് എന്താണ് നമ്മളെ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അല്ലെ. ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ, അതായത് ഫുൾ ഫോം. ഓക്കെ, ഓപ്ഷനില്ല, ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചോളൂ. ചിലപ്പോ ചെറിയ മിസ്റ്റേക്ക് എല്ലാം ആക്കിയിട്ട് ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായിരിക്കും നമുക്ക് കൺഫ്യൂസ്ഡ് ആവുക. അയ്യോ, ഇത് ഇങ്ങനെ തന്നെയാണോ, ആസ്പിരേഷൻ ആണോ അല്ലെങ്കിൽ ആസ്പിരേറ്റഡ് ആണോ, അങ്ങനത്തെ കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് വരാം. സോ എല്ലാവരും മാക്സിമം ഈ ഫുൾ ഫോം, ഓക്കെ, ഫുൾ ഫോം രൂപത്തിൽ തന്നെ പഠിക്കുക. ഷോർട്ട് ഫോം എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഇതെന്ന് പറയുന്നത് ഒരു ഇൻവാസീവ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. സോ എന്താണ്, തിൻ നീഡിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ്, ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ് ആണ് മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ FNCയിൽ. സോ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഇവാലുവേഷൻ ഫോർ തൈറോയിഡ് നോഡ്യൂൾസ്, ഫോർ മാലിഗ്നൻസി അല്ലെങ്കിൽ ബെനൈൻ ലീഷൻസും കാര്യങ്ങളൊക്കെ ടെസ്റ്റിംഗ്, ആ ഒരു പ്രിലിമിനറി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാണോ ബെനൈനിലാണോ ഇല്ലതല്ല, തൈറോയിഡ് നോഡ്യൂൾസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ FNAC യൂസ് ചെയ്യും. ഓക്കെ, ഓക്കെ, അത് എല്ലാവർക്കും അറിയുന്നതാണ്. വെരി ഗുഡ്. ബാക്കി ഓപ്ഷൻ കൂടെ നോക്കാം അല്ലെ. ബാക്കി ഓപ്ഷൻ പറയുന്നത് ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ ഈസ് നോട്ട് എ റുട്ടീൻ FNAC കാര്യങ്ങളല്ല. അത് ലിറ്റിൽ ബിറ്റ് ഓഫ് റിസ്ക് അല്ലെ, റിസ്കി ഫാക്ടർ ആണ് ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് അങ്ങനെ തിൻ നീഡിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആസ്പിറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ദെൻ യു ആർ ഹാവിംഗ് ഹാർട്ട്, ഇൻആക്സസിബിൾ ഫോർ NAC അല്ലെ. FNACയിൽ ഇൻആക്സസിബിൾ ആണ്. ഡയഗ്നോസ് വയ ഇമേജിംഗ് ആൻഡ് ബയോപ്സി ഇഫ് നീഡഡ്. ഇമേജിംഗ് ടെക്നോളജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ദെൻ ഇൻറ്റസ്റ്റൈൻ ജനറലി ഇവാലുവേറ്റഡ് യൂസിങ് എൻഡോസ്കോപ്പിക് ബയോപ്സി. ഓക്കെ, FNAC സോ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? തൈറോയിഡിൽ മാത്രമാണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടെക്നിക് ഈസ് യൂസ് ടു ഫോം എ സെൽ ബ്ലോക്ക് ഫ്രം ഫ്ലൂയിഡ് സാമ്പിൾ? ഓക്കെ, ഏതാണ് വിച്ച് ടെക്നിക് ഈസ് യൂസ് ടു ഫോം എ സെൽ ബ്ലോക്ക് ഫ്രം ഫ്ലൂയിഡ് സാമ്പിൾ ആണ്? സ്പാറ്റുലേഷൻ, ലിക്വിഡ് സ്മിയർ, ക്ലോട്ട് മെത്തേഡ്, ദെൻ ഗ്രാം മെത്തേഡ്. ഏതാണ്? ഓക്കെ, നമ്മൾ നിങ്ങൾക്ക് ടൈം തരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആൻസർ ചെയ്തേ. ഏതാ വരുക? നിങ്ങൾ കുറെ ആൾക്കാര് ആൻസർ ചെയ്താൽ മാത്രമേ നമ്മൾ ഇനി സ്ലൈഡ് മാറ്റുന്നില്ലൂ. സോ നമ്മൾ വെയിറ്റിംഗ് ആണ് നിങ്ങൾ ആൻസറിന് വേണ്ടിട്ട് അല്ലെ ശ്രീലക്ഷ്മി? അതെ, ആൻസർ ചെയ്യുന്നുണ്ട്. യെസ്, വരട്ടെ, ആൻസർ വരട്ടെ. സി ആണ് പറയുന്നത്. ആർക്കും ഒരു ഡൗട്ടും ഇല്ല, സി തന്നെയാണ്. ഒരാൾ പോലും തെറ്റിച്ചിട്ടില്ല.
അപ്പൊ നമുക്ക് നോക്കാം, ഇവർക്ക് ഡൗട്ട് ഒന്നും ഡൗട്ട് ഒന്നുമില്ല അല്ലെ? അതെ, ഓപ്ഷൻ സി തന്നെയാണ്. അപ്പോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി ഒന്ന് നോക്കാം. സോ ക്ലോട്ട് മെത്തേഡ് ആണല്ലേ ഓപ്ഷൻ സി എന്ന് നിങ്ങൾ പറഞ്ഞത്. ക്ലോട്ട് മെത്തേഡ് ആണ്, വിച്ച് ഇസ് കോമൺലി യൂസ് ടെക്നിക് ടു പ്രിപ്പയർ എ സെൽ ബ്ലോക്ക് ഫ്രം ഫ്ലൂയിഡ് സാമ്പിൾസ് ലൈക്ക് എന്താണ് പ്ലൂറൽ, പെരിറ്റോണിയൽ അല്ല അസൈറ്റിക് ഫ്ലൂയിഡിലൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലോട്ട് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രിഫ്യൂജ് സെല്ലുലാർ സെഡിമെന്റ്സ് ഇസ് അലൗഡ് ടു ക്ലോട്ട്. ഓക്കെ, അതിനൊന്ന് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നത്. ദെൻ ഇറ്റ് ഇസ് പ്രോസസ് ലൈക്ക് എ ടിഷ്യൂ സ്പെസിമെൻ, ഫിക്സ്ഡ് എംബെഡിങ്, ദെൻ സെക്ഷനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു എന്താണ് ഹിസ്റ്റോളജിക്കൽ ഇവാലുവേഷൻ ആൻഡ് എന്താണ് സ്പെഷ്യൽ സ്റ്റെയിനിങ്, നമ്മളെ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രിയിലൊക്കെ സ്പെഷ്യൽ സ്റ്റെയിനിങ് കാര്യങ്ങളൊക്കെ അതിനെ വിടുന്നത്. സോ ഇതാണ് നമ്മൾ ക്ലോട്ട് മെത്തേഡിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത്ര ഈ ഒരു കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഇതിൽ വേറെ കൂടുതൽ പറയാനൊന്നുമില്ല. ഈ ഒരു കാര്യം ക്ലോട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുക, എന്താണ് സിമിലർ ടു വാട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് സെൻട്രിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ സ്പാച്ചുലേഷൻ എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് സാമ്പിൾ സ്പ്രെഡിങ് ആണ്. അത് നോർമലി സെൽ ബ്ലോക്കിങ്ങും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതാണ്. ദെൻ ലിക്വിഡ് സ്മിയർ ഉണ്ട്, ദാറ്റ് ഇസ് സ്മിയർ മെത്തേഡ്, നോട്ട് ടെക്നിക്സും കാര്യങ്ങളൊന്നും സെൽ ബ്ലോക്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ദെൻ ഗ്രാം മെത്തേഡ് ഉണ്ട്, ബാക്ടീരിയൽ സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുന്നത് അല്ലെ ഗ്രാം മെത്തേഡ്സ്. ഓക്കെ അല്ലേ? സോ അതൊന്നും കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല, ക്ലിയർ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റോൾ ഓഫ് ഓറഞ്ച് ജി ഇൻ പാപ്പ് സ്റ്റെയിൻ ഈസ് ടു സ്റ്റെയിൻ ബാക്ടീരിയ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയൈ, ദെൻ മ്യൂക്കസ്. ഓറഞ്ച് ജി ഇൻ പാപ്പ് സ്റ്റെയിൻ എന്താ അതിന്റെ റോള്? എന്തിനാ സ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്നത്? ബാക്ടീരിയനാണോ, അതോ സൈറ്റോപ്ലാസത്തിനാണോ, അതോ ന്യൂക്ലിയനാണോ, അതോ മ്യൂക്കസിനാണോ? എന്താ റോൾ, എന്താ എന്ന് കമന്റ് ചെയ്തേ. ഓറഞ്ച് ജി ഇൻ പാപ്പ് സ്റ്റെയിൻ, ഓറഞ്ച് ജി ഇൻ പാപ്പ് സ്റ്റെയിൻ, ബാക്ടീരിയ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയൈ, ദെൻ മ്യൂക്കസ്. ഓപ്ഷൻ ബി ആണെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻ ബി തന്നെയാണ്. വെരി ഗുഡ്, എല്ലാരും പറഞ്ഞത് ശരിയാണ് കേട്ടോ. സൈറ്റോപ്ലാസം, യെസ്. സോ ഓറഞ്ച് ജി OG6 എന്ന് പറയും അല്ലേ? ഓറഞ്ച് ജി OG6 is one of the counter stain used in the pap staining. So it is specifically stain the cytoplasm of keratinized cells and orange കളറിലാണ് കൊടുക്കുന്നത്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ ഈ ഓറഞ്ച് കളറിലെല്ലാം കൊടുക്കുമ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ അബ്നോർമൽ കെരാറ്റിനൈസ്ഡ് സെൽസിനൊക്കെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. ഐഡന്റിഫിക്കേഷന് ഭയങ്കര എളുപ്പമാണ്. സോ ഇത് ഓർത്ത് വെക്കുക, OG6 ഓർത്ത് വെക്കുക. ഓറഞ്ച് ക്വസ്റ്റ്യൻ ഓറഞ്ച് ചെയ്യുന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ OG6 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ പോകരുത്. അതെ അതെ, അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, കെമിക്കൽ ഫോം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഓക്കെ, റെസ്റ്റ് ഓഫ് ദ എക്സ്പ്ലനേഷൻ പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്നത് നോട്ട് ടാർഗറ്റഡ് ബൈ ഓറഞ്ച്. എന്താണ് ബാക്ടീരിയ മേ ബി സ്റ്റെയിൻഡ് ബൈ സ്പെഷ്യൽ സ്റ്റെയിൻസ്, നമുക്കറിയാം ഗ്രാം സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് സ്റ്റെയിൻ ബ്ലൂ പർപ്പിൾ ബൈ ഹെമറ്റോക്സിൽ ആൻഡ് നോട്ട് ബൈ ഓറഞ്ച്. ദെൻ മ്യൂക്കസ് സ്റ്റെയിൻ ബൈ ഗ്രീൻ ബൈ എന്താണ് ലൈറ്റ് ഗ്രീൻ SF അല്ലെങ്കിൽ EA, ദാറ്റ് ഇസ് യോസിൻ അസ്യൂർ ആൻഡ് നോട്ട് ഓറഞ്ച്. അപ്പൊ ഈ ഓപ്ഷനിലുള്ള ബാക്കി നമ്മൾ ഹെമറ്റോക്സിലും കുറച്ച് മുന്നേ ഒന്ന് പറഞ്ഞു. അതെ അതെ, പറഞ്ഞു. ബാക്കി ഓപ്ഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇനി ഇതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ. The best phase of mitosis for chromosome analysis is prophase, metaphase, anaphase, then telophase. ഏതാണ് വരുക? ബെസ്റ്റ് ഫേസ് ഓഫ് മൈറ്റോസിസ്. നമ്മുടെ ക്രോമസോം അനാലിസിസിന് ഒരു ബെസ്റ്റ് ഫേസ് ഉണ്ട്. ഏതാണ്? പ്രൊഫേസ് ആണോ, മെറ്റാഫേസ് ആണോ, ദെൻ അനാഫേസ് ആണോ, അതോ ടീലോഫേസ് ആണോ? ഏതാ ആൻസർ വരിക? ഇതൊക്കെ നമ്മൾ ഒരു 2 ദിവസം മുന്നിലെ റിവിഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ മാരത്തോണിൽ ഒന്നിച്ച് ഓടി തളർന്നിട്ടില്ല ആരും. നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലെ? ഭയങ്കര എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നത് അല്ലെ? വെരി ഗുഡ്, ഓപ്ഷൻ ബി അല്ലെ? മെറ്റാഫേസ് എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മളെ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ? നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ഫേസ് എടുത്താൽ മതി. നമുക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ, ദെൻ ട്രൈസോമീസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫേസ് നോക്കിയാൽ മതി.
ക്ലിയർ? സോ എന്താണ് ഫേസിന്റെ പേര്? മെറ്റാഫേസ്. ബാക്കിയുള്ള ഫേസ്, നെക്സ്റ്റ് ഫേസ് എന്ന് പറയാൻ അനാഫേസ് ആണ്. സോ അനാഫേസിൽ എന്താണ്, രണ്ട് പ്ലേറ്റ്, നമ്മളെ ഇക്വറ്റോറിയൽ പ്ലേറ്റ് അവർ രണ്ടായിട്ട് പുൾ ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കാക്കിയിട്ട് പോകുന്നതാണ് അനാഫേസിൽ. സോ അതിലൊന്നും നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല അല്ലെ. ക്രോമസോമൽ അബ്നോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ആ സ്റ്റേജിൽ മനസ്സിലാവില്ല. സോ ദ ബെസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മെറ്റാഫേസ് ആണ്. Okay, so metaphase is the stage of mitosis where the chromosomes are most condensed and aligned at the cell's equatorial plate. Most condensed phase ആണ്, making them clearly visible and easy to analyze under a microscope. എല്ലാം ഇങ്ങനെ നിരന്നിങ്ങനെ ഇക്വറ്റോറിയൽ പ്ലേറ്റ് കിടക്കുമ്പോൾ നമുക്ക് അതിനെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. Clear? This phase is an ideal for karyotyping and detecting chromosomal abnormalities such as translocation, deletion and trisomies. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അബ്നോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു സ്റ്റേജ് ആണ് മെറ്റാഫേസ്. ഓക്കെ, ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, കാരണം എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇവർക്ക് അറിയാം നിങ്ങൾക്ക്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. അതെ, ഒരു ബ്രഷ് അപ്പ്. അതെ. Prophase, chromosomes begins to condense. Prophase എന്ന് പറയുന്ന ഫസ്റ്റ് ഫേസ് ആണ്. ക്രോമസോം begins to condense but they are not fully visible. അല്ലെ, നമ്മുടെ ഫസ്റ്റ് ഫേസ്, നമ്മൾ ക്രോമസോംസ് അല്ലെങ്കിൽ മെല്ലെ കണ്ടൻസ് ആയി വരുന്ന ഫേസ് ആണ് പ്രോഫേസ്. പിന്നെ അതിന്റെ മിഡിൽ വരുന്നതാണ് മെറ്റാഫേസ്. നമ്മൾ ആൻസർ മെറ്റാഫേസ് ആണ്. ദെൻ വരുന്നത് അനാഫേസ്. ആ ഓർഡറിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഓപ്ഷൻസ് ഉള്ളത്. ദെൻ വരുന്ന അനാഫേസ്, ദാറ്റ് ഇസ് ക്രോമസോംസ് ആർ പുൾഡ് അപ്പാർട്ട് ടു ഓപ്പോസിറ്റ് പോൾസ്. അല്ലെ, രണ്ട് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പുൾ ചെയ്ത് പിടിച്ചിട്ടായില്ല. നോട്ട് ഐഡിയൽ ഫോർ ദ ഫുൾ സ്ട്രക്ചറൽ അനാലിസിസ്. ദ നെക്സ്റ്റ് വൺ ഇസ് ടെലോഫേസ്, ദാറ്റ് ഇസ് ക്രോമസോം സ്റ്റാർട്ട്സ് ഡീകണ്ടൻസിങ് ആൻഡ് ആർ നോ ലോnger distinct. ഓക്കെ, ഡീകണ്ടൻസ് ചെയ്ത്. മറ്റതിൽ പ്രോഫേസിൽ കണ്ടൻസേഷൻ, ടെലോഫേസ് എത്തുമ്പോൾ ഡീകണ്ടൻസേഷൻ. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്, ആ ഫേസുകൾ ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. Colchicine is used in karyotyping to lyse RBCs, stain chromosomes, then arrest cells in metaphase, then option D, fix cells. ഏതാണ്? Colchicine is used to karyotyping. RBC ലൈസ് ചെയ്യോ, അതോ ക്രോമസോമിനെ സ്റ്റെയിൻ ചെയ്യോ, അതോ അറസ്റ്റ് സെല്ലിൻ മെറ്റാഫേസ് ആണോ, അതോ സെൽസിനൊക്കെ ഫിക്സ് ചെയ്യോ? എന്താ ചെയ്യുന്നേ? എന്തിനാ യൂസ് ചെയ്യുന്നേ? യെസ്, കണക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്ഷൻ ഇല്ല ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി അല്ലേ? കുറെ ആൾക്കാർ സി തന്നെ പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം അല്ലെ. ഓപ്ഷൻ സി ആണ്. ഇവർക്ക് എല്ലാവർക്കും ഉറപ്പാണ്, നമുക്കും ഉറപ്പാണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ കോളിച്ചീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആണ് ദാറ്റ് ഇൻഹിബിറ്റ് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ. അല്ലെ, ഈ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്തിനാ? മെറ്റാഫേസ് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഒരു ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ചെയ്യുന്ന ഫേസ് ആണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. സോ ഈ കോളിച്ചീൻ എന്ന് പറയുന്ന എന്താണ് കെമിക്കൽ എന്താ ചെയ്യുക, ഇവരെ ആ ഒരു മെറ്റാഫേസ് സ്റ്റേജിൽ അറസ്റ്റ് ചെയ്ത് നിർത്തിക്കും. ഓക്കെ, ബിക്കോസ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അനാഫേസ് ആണ്. സോ അനാഫേസിലേക്ക് പോയാൽ നമുക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റി സ്റ്റഡീസും കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ബിക്കോസ് അവർ രണ്ടാളും രണ്ട് വഴിക്ക്, രണ്ട് പോളിലേക്ക് പോകും അല്ലെ. അതിനെ കൊണ്ട് കാര്യമുണ്ട് നമുക്ക്? ഇല്ല, കാര്യമില്ല. സോ നമ്മൾ ഈ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ കിടക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസിനും കാര്യങ്ങളും ഈ ഇക്വറ്റോറിയൽ പ്ലേറ്റിലുള്ള ആൾക്കാരെയാണ് വേണ്ടത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കലാണ് കോളിച്ചീൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ കെമിക്കൽ ദാറ്റ് ഇൻഹിബിറ്റ്സ് ദ സ്പിൻഡൽ ഫൈബർ ഫോർമേഷൻ ബൈ ബൈൻഡിങ് ടു ട്യൂബുലിൻ, thereby arresting cells in metaphase during mitosis, and this makes chromosome highly condensed and visible, which is essential for karyotyping and chromosome analysis. So previous questionum ഇതായിട്ട് connected ആണ്. ഓക്കെ, മെറ്റാഫേസ് പറയുമ്പോൾ നിങ്ങൾ കോളിച്ചീൻ എന്ന് പറയുന്ന കെമിക്കലിനും കൂടി ഓർക്കണം. ക്ലിയർ അല്ലേ? ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കിയാലോ. ബാക്കിയുള്ളത് ലൈസ് RBC done using hypotonic solution that is not related to collagen. അല്ല, RBC കാര്യങ്ങൾ ലൈസിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, അതൊന്നും റിലേറ്റഡ് അല്ല. Then stain chromosome, that is staining is usually done by dyes, അല്ലെ, ജീസ്മ ഡൈസ് അങ്ങനത്തെ ഡൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, കോളിച്ചീൻ അല്ല. Then fixes, fixatives like methanol, then acetic acid ഒക്കെ യൂസ് ചെയ്യുന്നത്, അത് കോളിച്ചീൻ ആയിട്ട് റിലേഷൻ ഇല്ല. ഓക്കെ, അതെല്ലാം വേറെയാണ്. R banding is reverse of
Q banding, C banding, G banding, then NOR staining. ഏതാണ്? R banding is reverse of Q banding ആണോ അതോ C banding ആണോ G banding ആണോ അതോ NOR staining ആണോ? ഏതാ ആൻസർ വരുക? R banding. It's a reverse. എന്തിന്റെ റിവേഴ്സ് ആണ്? യെസ്, നമ്മൾ ഇതൊരു ടാബുലർ കോളം ആക്കിയിട്ട് ഇവർക്ക് കൊടുത്തിരുന്നു. സോ പഠിച്ചവർക്ക് എന്തായാലും ആൻസർ കിട്ടും. ഒരുപാട് ടേബിൾസ് നമ്മൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. കൂടാതെ വേറെ റിവിഷൻസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇവർക്ക് വേണ്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു പാരഗ്രാഫ് നോക്കുന്നേക്കാളും ഈസി ആയിരിക്കും അല്ലെ ടേബിളിൽ നോക്കുമ്പോൾ. കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ടേബിള് ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ആക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് എപ്പോഴും എത്തുന്ന സ്ഥലത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം അല്ലെ. അതെ, ആൻസർ നോക്കാം. എല്ലാരും ആൻസർ ചെയ്തത് സി തന്നെയാണ്. അപ്പൊ ആൻസറും സി തന്നെയാണ്. ഓക്കെ, സോ ജി ബാൻഡിങ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആർ ബാൻഡിങ് അല്ലെ, ദാറ്റ് ഇസ് റിവേഴ്സ് ബാൻഡിങ് എന്നാ പറയുന്നത്. ദാറ്റ് ഇസ് എ പാറ്റേൺ. എന്താണ്? ദാറ്റ് ഇസ് ദ റിവേഴ്സ് ഓഫ് ജി ബാൻഡിങ് പാറ്റേൺ. ശരിക്കും പറഞ്ഞാൽ അത് റിവേഴ്സ് ആണ്. സോ അങ്ങനെയാണ് നമ്മൾ ആർ ബാൻഡിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ജി ബാൻഡിങ് എന്നുള്ള പേര് തന്നെ വന്നത്. ദെൻ ആർ ബാൻഡിങ് ദ വിച്ച് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ GC റിച്ച് റീജിയൻ ആണ്. ദാറ്റ് ഇസ് ജീൻ റിച്ച് ഏരിയാസ് ആണ് വിച്ച് സ്റ്റെയിൻസ് ഡാർക്ക് ആയിട്ട് സ്റ്റെയിൻ ചെയ്യും. വൈൽ ദ AT റിച്ച് റീജിയൻ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ ലൈറ്റ് സ്റ്റെയിൻ ആണ്, ലെസ് സ്റ്റെയിനിങ് ആണ്. ദാറ്റ് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് ജി ബാൻഡിങ്. So G banding is where the AT rich regions are stained darkly. Okay, so it helps in identifying chromosome ends and abnormalities in telomeric regions. Clear alle? So R banding reverse of G banding nu orthu vecha madi. Pinne edakkയാണ് ഏതൊക്കെ regions ആണ് darkly lightly ഒക്കെ stain ചെയ്യുന്നത് ഓർത്ത് വെക്കുക. സോ ആ അയച്ചു തന്ന ആ ബോക്സിൽ ക്ലിയർ ആണ്. അത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് പഠിച്ചാൽ മതി. ബാക്കി ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. ക്യൂ ബാൻഡിങ് എന്ന് പറയുന്നുണ്ട് വിച്ച് ഇസ് ക്യുനാക്രിൻ അല്ലെ. ക്യൂ ബാൻഡിങ് എന്ന് പറഞ്ഞാൽ ക്യുനാക്രിൻ അതൊന്നും റിവേഴ്സും കാര്യങ്ങളൊന്നും അല്ല. വിച്ച് ഇസ് സിമിലർ ടു ജി ബാൻഡിങ് ഇൻ പാറ്റേൺ ആണ്. പിന്നെ ബി എന്ന് പറയുന്നത് സി ബാൻഡിങ് അല്ലെ. സി ബാൻഡിങ് എന്ന് പറയുന്നത് സെൻട്രോമിയറിക് അല്ലെങ്കിൽ ഹെട്രോക്രോമാറ്റിൻ റീജിയൻ ഒക്കെ ബാൻഡ് ചെയ്യുന്നതാണ്. Specific stains which stains the centromeric heterochromatin region, not related to R banding. പിന്നെയുള്ളത് NOR banding ആണ്. That highlights the nuclear organizing region. RNAs ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താണ് NOR stain NOR റീജിയന്റെ ആവശ്യമുണ്ട് അല്ലെ. NOR ന്യൂക്ലിയോലാർ ഓർഗനൈസിംഗ് റീജിയൻ ആണ്. സോ എന്താണ് നോട്ട് കമ്പാരബിൾ ടു G or R banding. സോ നമ്മൾ ആൻസർ പറഞ്ഞത് ഏതാണ്? റിവേഴ്സ് ബാൻഡിങ്, ആർ ബാൻഡിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ജി ബാൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Acrocentric chromosome have the centromere in the center, at the end, then off center near to one end, then diffused throughout. Acrocentric chromosome. നമ്മൾ ക്രോമസോമിന് ആ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ. വിത്ത് പിക്ചേഴ്സ് പഠിക്കുന്നുണ്ട്. ഇൻ ദ സെന്റർ ആണോ അതോ സെൻട്രോമിയർ എവിടെയാണോ ഇൻ ദ സെന്റർ ആണോ? നമുക്കറിയാം ക്രോമസോമിന്റെ ക്രോമാറ്റിഡ് അങ്ങനെ സ്ട്രക്ചർ ഒക്കെ എല്ലാവർക്കും കാണാൻ പാടാണ്. അപ്പൊ ഓഫ് ദ സെന്റർ ആണോ, നിയർ ദ വൺ എൻഡ്, അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ത്രൂ ഔട്ട് ആണോ? ഏതാ ആൻസർ വരുക? എല്ലാരും സി ആണ് പറഞ്ഞത്. യെസ്, വെരി ഗുഡ്. സി ആണ് ഓഫ് സെന്റർ അല്ലെ. നമ്മൾ സെൻട്രോമിയറിന് കുറച്ച് മാറിക്കിടക്കുക ചെയ്യുന്നത്, അതായത് ഓഫ് സെന്റർ ആണ്. സോ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ രീതിയിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് PQ ആം കിട്ടും. P എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വെരി ഷോർട്ട് ആം ആൻഡ് Q എന്ന് പറയുന്നത് ലോങ് ആം ആണ്. ഞാൻ പറഞ്ഞു Q എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ബെൻഡിങ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു നീളം വെച്ച ആൾക്കാർ ചെറുങ്ങനെ ഒന്ന് കോടിയിട്ടുണ്ടാവും, കുറച്ചൊരു ചെറിയൊരു ബെൻഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചതാണ്. സോ വെരി ലോങ് ഇമേജ് അടക്കമുണ്ട് അല്ലെ. യെസ്, ഇമേജ് അടക്കമുണ്ട്. കുറച്ച് ലോങ് ആയിട്ടുള്ള അവര് Q അല്ലെ, ചെറിയ നമ്മൾ താഴെ ചെറിയൊരു ബെൻഡിങ് കൊടുക്കുന്നുണ്ട് അല്ലെ. Qന് ആ ഒരു ബെൻഡ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാം. സോ ലോങ് ആം ആവുമ്പോ Q ആം ആണ്. സോ അങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ആമിനെ കിട്ടുന്നുണ്ട്, P and Q arm. This chromosome may have satellites and stalks on the short arms, often containing nucleolar organized region. അല്ലെ, നമ്മൾ പറഞ്ഞു RNA ഒക്കെ ഉണ്ടാവുന്ന റീജിയൻ അല്ലെ, ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസ് എന്താണ് കമ്പണൻസും കാര്യങ്ങളൊക്കെ സിന്തസൈസ് ചെയ്യുന്നത് NOR റീജിയൻസ് ആണ്.
സോ അത് അക്രോസെൻട്രിക് ക്രോമസോം പറയുമ്പോൾ പഠിച്ചു വെക്കണം. ദെൻ അതർ ഓപ്ഷൻസ് പറയും ഇൻ ദ സെന്റർ. സെന്ററിലല്ലോ നമ്മൾ സാധാ ക്രോമസോംസ് ഇൻ ദ സെന്റർ ആണ്. ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെറ്റാസെൻട്രിക് ക്രോമസോം. ആൻഡ് അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് വുഡ് ഡിസ്ക്രൈബ് ടെലോസെൻട്രിക് അല്ലെ, ഏറ്റവും എൻഡിൽ. അത് നമ്മൾ പറഞ്ഞു റെയർ ഇൻ ഹ്യൂമൻസ് അല്ലെ, ഹ്യൂമൻസിലും അതിലൊന്നും കാണാത്തതാണ്. ദെൻ ഡിഫ്യൂസ്ഡ് ത്രൂ ഔട്ട് എന്ന് പറയുന്നത് that is also not found in humans, that is seen in holocentric chromosome. Clear അല്ലേ? ഇപ്പൊ അക്രോസെൻട്രിക് മാത്രമല്ല ബാക്കി മെറ്റാസെൻട്രിക്കും ടീലോസെൻട്രിക്കും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക അല്ലെ. അതെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്കാം. വിച്ച് സിൻഡ്രോം ഈസ് അസോസിയേറ്റഡ് വിത്ത് 45X കാരിയോടൈപ്പ്? ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ദെൻ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, ദെൻ എഡ്വേർഡ് സിൻഡ്രോം. ഏത് ആൻസർ വരാ? 45X കാരിയോടൈപ്പ്. നമ്മൾ ഒരുപാട് സിൻഡ്രോംസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു സ്പെഷ്യൽ കോഡൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഓർത്ത് വെക്കാനുള്ളത് ഏതായിരുന്നു? 45X കാരിയോടൈപ്പ്, ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, ദെൻ എഡ്വേർഡ് സിൻഡ്രോം. അപ്പോ ബി ആന്ന് പറയണേ. ഇടയ്ക്ക് ആർക്കൊക്കെയോ സി ആണോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. അപ്പൊ ഡൗട്ട് ഒന്നും വേണ്ട, ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ടർണർ സിൻഡ്രോം ആണ്. ഓക്കെ, എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ടേണർ സിൻഡ്രോം ദാറ്റ് ഈസ് 45X അല്ലെ, 45XO എന്നെല്ലാം പറയും. ഇറ്റ് എഫക്ട്സ് ദ ഫീമെയിൽസ്. മോർലി എഫക്ട് ചെയ്യുന്നത് ഫീമെയിലാണ്. ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഷോർട്ട് സ്റ്റേച്ചർ അല്ലെങ്കിൽ വെബ്ഡ് നെക്ക്, ഗൊണാഡൽ ഡിസ്ജെനസിസ് ദാറ്റ് ഈസ് സ്ട്രീക്ക് ഓവറീസ് അല്ലെങ്കിൽ പ്രൈമറി അമ്നോറിയ, ദെൻ ഇൻഫെർട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. 45X വരുന്നത് മെയിൻലി എഫക്ട് ചെയ്യുന്നത് ഫീമെയിൽസിനെയാണെന്നൊന്ന് നോക്കി വെക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞത് ഡൗൺ സിൻഡ്രോം, ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് കോസ്ഡ് ബൈ ട്രൈസോമി 21st, ദാറ്റ് ഈസ് 47XX. ഒന്നിക്കൽ മെയിൽസിൽ XY ആവാം അല്ലെങ്കിൽ ഫീമെയിൽസിൽ XX ആവാം. ദെൻ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ദാറ്റ് ഈസ് 47XXY കാരിയോടൈപ്പിക് ആണ്. ദാറ്റ് മോസ്റ്റ്ലി എഫക്ട് ദ മെയിൽസ്. പിന്നെ വരുന്ന എഡ്വേർഡ് സിൻഡ്രോം കോസ്ഡ് ബൈ ട്രൈസോമി 18. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ 18 എന്ന് പറയുമ്പോൾ ഇ അല്ലെ, ഈ 18ന്റെ ഇ പിന്നെ എഡ്വേർഡിന്റെ ഇ ആ രീതിയിൽ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ പഠിച്ചു വെച്ചാൽ ഇവർക്ക് കൺഫ്യൂഷൻസ് കുറെ കുറഞ്ഞു കിട്ടും. നമ്മൾ ഒരുപാട് ന്യൂമോണിക്സ് നമ്മളെ എഡ്യൂസ് അക്കാദമിയുടെ പേജിൽ തന്നെ ഷോർട്സിൽ, വീഡിയോ അല്ലാതെ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, പിന്നെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിലും റിവിഷനിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ആന്റിബോഡീസ് ഇൻ പ്ലാസ്മ, ആന്റിജൻസ് ഓൺ WBC, ആന്റിജൻ ഓൺ RBC, ദെൻ എൻസൈംസ് ഇൻ സെറം. എല്ലാവരും ചാറ്റ് ചെയ്യണം, ആൻസർ പറയണം, എല്ലാവരും ഒന്ന് ഇൻവോൾവ് ആവണം. ABO ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒരുപാട് എക്സാമിനും പ്രീവിയസ് ഇയറിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്കസും ചെയ്തതാണ്. ഏതാണ്? സി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സി തന്നെയാണ്. ആൻസർ. വെരി ഗുഡ്. So ABO blood grouping system is determined by specific antigens അല്ലെ, A അല്ലെങ്കിൽ B which is present on the RBC. ആ രീതിയിൽ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. So this antigen are genetically inherited ആണല്ലേ. എങ്ങനെ നമ്മൾ A ആണോ B ആണോ AB ആണോ O ആണോ ഇതൊക്കെ നോക്കുന്നത് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം, ഈ ഒരു എന്താണ് ഈ ഒരു കാര്യത്തിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. സോ ടൈപ്പ് എ എന്ന് പറയുന്നത് എപ്പോഴും A ആന്റിജൻ ഓൺ RBC പ്രസന്റ് ആയിരിക്കും. അവരുടെ പ്ലാസ്മയിൽ B ആന്റിബോഡീസ് കാണുന്നുണ്ട്. ദെൻ B ടൈപ്പ് ആണെങ്കിൽ B ആന്റിജൻ ഓൺ RBC, അവരുടെ പ്ലാസ്മയിൽ എന്തായിരിക്കും? A ആന്റിബോഡീസ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. ടൈപ്പ് AB വരുന്നത് A ആൻഡ് B ആന്റിജൻ ഓൺ RBC, അവരുടെ ആന്റിബോഡീസ് പറയുന്നത് നോ ആന്റിബോഡീസ് ആണ്. ദെൻ ടൈപ്പ് O എന്ന് പറയുന്നത് നോ A അല്ലെങ്കിൽ B ആന്റിജൻ ഓൺ RBC, പിന്നെ പ്ലാസ്മ എന്താണ്? ബോത്ത് ആന്റി-A ആൻഡ് ആന്റി-B ആന്റിബോഡീസ് പ്രസന്റ് ആയിരിക്കും. സോ ഈ ഒരു കാര്യം, ഈ ഒരു ടൈപ്പ് A B എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ടാബുലർ കോളം ഓൾറെഡി തന്നിട്ടുണ്ട്, അത് നോക്കി വെക്കുക. ഓക്കെ, ബാക്കിയില്ലേ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ആന്റിബോഡീസ് ഇൻ പ്ലാസ്മ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ആന്റിബോഡീസ് ഇൻ പ്ലാസ്മ ശരിക്കും ഇമ്പോർട്ടന്റ് എന്തിനാണ്? നമ്മുടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനാണ്. ദെൻ ആന്റിജൻ ദാറ്റ് ഈസ്
on WBC, that is not related to ABO typing കാര്യങ്ങളൊന്നും related അല്ല WBC ൻ്റെത് അല്ലേ. HLA typing എന്ന് പറയുന്ന ഒന്നുണ്ട്, that is relevant to HLA typing. Then the enzyme seen in serum, that is not involved in determining ABO blood group അല്ലേ. enzymes seen in serum ഒന്ന് നമ്മളെ blood group determination കാര്യങ്ങളൊന്നും involved അല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. വിച്ച് ആന്റിജൻ ഈസ് പ്രസന്റ് ഇൻ RH പോസിറ്റീവ് ഇൻഡിവിജ്വൽസ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ദെൻ ഓപ്ഷൻ സി ഡി, ദെൻ ഓപ്ഷൻ ഡി എച്ച്. ഏതാണ് വരിക? ആൻസർ പറയാം, ചാറ്റ് ചെയ്യാം. RH പോസിറ്റീവ് ഇൻഡിവിജ്വൽസ്. കുറച്ച് സ്ലോ ആണല്ലോ. ഏതാ ആൻസർ വരിക? ഇത് അവർക്ക് ഒരു ഡൗട്ട് ആണ്, ആൻസർ ചെയ്യണോ വേണ്ടയോ? മെല്ലെ വരുന്നത്. ഓക്കെ, എന്നാലും ആൻസർ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. തെറ്റാണോ അല്ലെന്നൊന്നും മടിച്ചിരിക്കണ്ട, നമ്മൾ അങ്ങനെ ആൻസർ ചെയ്യാം. ഓക്കെ, എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, നിങ്ങൾ ചാറ്റ് ചെയ്യാം. സോ നിങ്ങൾ എന്താണ് തെറ്റെന്ന് ഇവർക്ക് മനസ്സിലാവും. ഓപ്ഷൻ സി ആണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അവരെ വിശ്വസിക്കാം അല്ലെ. ഓപ്ഷൻ സി അല്ലേ? വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിൽ നോക്കുവാണെങ്കിൽ RH പോസിറ്റീവ് ഇൻഡിവിജ്വൽസ് ഹാസ് എന്താണ് ഡി ആന്റിജൻ ഉണ്ട് അല്ലെ ഓൺ ദ സർഫസ് ഓഫ് ദ RBC. ദെൻ പ്രസൻസ് ഓഫ് ഡി ആന്റിജൻ കാണിക്കുന്ന എന്താണ്? RH പോസിറ്റീവ് ആണെങ്കിൽ ഡി ആന്റിജൻ ഉണ്ട്. ഇനി RH നെഗറ്റീവ്, അതായത് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഡി ആന്റിജൻ ഇല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? സോ സിമ്പിൾ അല്ലേ ഇത്? നമ്മളെ ബേസിക്സ് ആണ്, നമ്മളെ ഹെമറ്റോളജിയിലെ എന്താണ് ഫസ്റ്റ് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. സ്റ്റാർട്ടിങ് ഇതാണ്. ബാക്കിയുള്ള ഓപ്ഷൻ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ എ, ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ABO സിസ്റ്റം ആണ്. നമുക്കറിയാം ദാറ്റ് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ RH സിസ്റ്റം, കാര്യമായിട്ട് ഒരു ബന്ധവും. പിന്നെ പറയുന്നത് ബി, ഓൾസോ എ പാർട്ട് ഓഫ് ABO സിസ്റ്റം. പിന്നെ the H antigen is the precursor of A and B antigen, that is primarily important in ബോംബെ ബ്ലഡ് ഗ്രൂപ്പിംഗ് അല്ലെ, നോട്ട് RH ടൈപ്പിംഗ് അല്ല, ബോംബെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. അതും എക്സാമിന് കുറെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതും ഒന്ന് നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ്? It detects free antibodies present in serum. It detects antigen freely circulating in plasma. Then it detects antigen present on the surface of red blood cells. Then it detects antibodies that are bound to the surface of the red blood cells. ഏതാണ് കൂംസ് ടെസ്റ്റ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക, ചിലപ്പോൾ എക്സെപ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നോട്ട് ട്രൂ ഉണ്ടാവും. അപ്പൊ ട്രൂ എന്നങ്ങനെ കൂംസ് ടെസ്റ്റ് കേട്ട പാടെ ചാടി അങ്ങനെ ആൻസർ ചെയ്യാൻ ട്രൂ ആണോ അല്ലെങ്കിൽ നോട്ട് ട്രൂ ആണോ അല്ലെങ്കിൽ എക്സെപ്റ്റ് ആണോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് സ്റ്റേറ്റ്മെന്റ് ഏതാണ് വരും അതില്? ട്രൂ റിഗാർഡിംഗ് ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ്. മിക്സഡ് ആൻസർ ആണ് വരുന്നത്. ശരിയാണ്, മിക്സഡ് ആണ്. സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതാന്ന് അവർക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഏതാ ആൻസർ? ഡി ആണ് ആൻസർ. ഓക്കെ, ഡി ആണ് ആൻസർ. സോ ഈ ഡയറക്റ്റ് കൂം ടെസ്റ്റ് ഡയറക്റ്റ് ആണല്ലേ, which is used to detect IgG antibodies അല്ലെങ്കിൽ കോംപ്ലിമെന്റ് പ്രോട്ടീൻസ് ഒക്കെ that are directly bound to the surface of the RBC. പേഷ്യന്റ് RBC സർഫസിൽ ബൗണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ആണ്. That is commonly used in the diagnosis of autoimmune hemolytic diseases, anemia, hemolytic disease of newborns, അല്ലെങ്കിൽ transfusion reactions ലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. DAT എന്ന് പറയും, that is direct Coombs test. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആന്റിഗ്ലോബുലിൻ ടെസ്റ്റ് എന്നൊക്കെ പറയും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് തെറ്റ് എന്ന് പറയുന്നത്? ഫ്രീ എന്ന് പറയുന്നത് ഫ്രീ ആന്റിബോഡീസ് ഇൻ ദ സീറം ദാറ്റ് ആർ ഡിറ്റക്റ്റഡ് ബൈ ദ ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ്. സീറത്തിലും പ്ലാസ്മയിലും ഒക്കെ കാണുന്നത് എന്താണ്? ഫ്രീ ആന്റിജൻസ് ഡിറ്റക്ട് ചെയ്യുന്നത് ഈ ഡയറക്റ്റ് കൂം ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള. ബി അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഡിറ്റക്ട് ഫ്രീ ആന്റിജൻസ് ഇൻ ദ പ്ലാസ്മ. ദെൻ സി എന്ന് പറയുന്നത് ദ ടെസ്റ്റ് ഇസ് നോട്ട് ഡിസൈൻ ടു ഡിറ്റക്ട് ദ റെഡ് സെൽ ആന്റിജൻസ് themselves but the antibodies attached to them. Okay, so the answer is D ആണ്. Okay, next question നോക്കാം. RH system antibodies are typically of which class? IgM, IgE,
IgG, then IgA, RH system antibodies. ഏത് ക്ലാസ്സിലാണ് വരുക? ആൻസർ പറയാം, ചാറ്റ് ചെയ്യാം. നമ്മൾ ഇമ്മ്യൂണിറ്റിയിൽ എല്ലാം ഇതൊക്കെ പഠിച്ചതാണ് അല്ലേ? അതെ. IgM ആണോ, IgE ആണോ, അതോ IgG ആണോ, അതോ IgA ആണോ? യെസ്, ആൻസർ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ആൻസർ നോക്കാം ഏതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സി ആണ് ആൻസർ വരുന്നത്. എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ RH ആന്റിബോഡീസ് ദാറ്റ് ആർ എസ്പെഷ്യലി ആന്റി ഡി ദാറ്റ് ആർ ടിപ്പിക്കലി ഓഫ് IgG class. Okay, IgG class ആണ്. പിന്നെന്താണ്, they are capable of closing placenta അല്ലെ, കുറച്ചുകൂടി പറഞ്ഞാല് they are capable of closing placenta. Then RH incompatibility can lead to hemolytic disease അല്ലെ, newborn hemolytic disease. പിന്നെ clinically significant in transfusion medicine, then pregnancy ലൊക്കെ clinically significant ആണ് IgG എന്ന് പറയുന്ന antibodies. Okay, ബാക്കിയുള്ള explanation, that is first one, IgM involved in ABO antibodies, large molecule ആണ് IgM അല്ലെ, ലാർജ് മോളിക്യൂൾ ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പ്ലാസന്റ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. IgE എന്ന് പറയുന്നത് അലർജിക് റിയാക്ഷൻസ്, ഓക്കെ, അലർജിക് റിയാക്ഷൻസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. ദെൻ എ എന്ന് പറയുന്നത് സെക്രീഷൻസ്, നമ്മളെ സലൈവ, ടിയേഴ്സ്, അതുപോലെ സെക്രീഷൻസ് വരുന്നതിലൊക്കെ IgA ആന്റിബോഡീസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റാൻഡം ഡോണർ പ്ലേറ്റ്ലെറ്റ് ആർ സ്റ്റോർഡ് അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ്, 2 to 6 ഡിഗ്രി സെൽഷ്യസ്, 20 to 24 വിത്ത് അജിറ്റേഷൻ, ദെൻ റൂം ടെമ്പറേച്ചർ വിത്തൗട്ട് അജിറ്റേഷൻ. ഏതാണ് റാൻഡം ഡോണർ പ്ലേറ്റ്ലെറ്റ്? എങ്ങനെയാ സ്റ്റോർ ചെയ്യാം? -20 അതോ 2 to 6 ഡിഗ്രിയിലാണോ, അതോ 20 to 24 ഡിഗ്രിയിലാണോ വിത്ത് അജിറ്റേഷൻ, അതുപോലെ നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചർ വിത്തൗട്ട് അജിറ്റേഷൻ? ഏതാ റാൻഡം ഡോണർ പ്ലേറ്റ്ലെറ്റ്സ്? സി ആണെന്നാണ് അവർ പറയണേ. അപ്പോ സി പറയുന്നുണ്ട്. ഓക്കെ, സി തന്നെയാണ് അല്ലേ? യെസ്, സി ആണ് ആൻസർ വരുന്നത്. വെരി ഗുഡ്. So RDPs അല്ലെങ്കിൽ റാൻഡം ഡോണർ പ്ലേറ്റ്ലെറ്റ്സ് that are stored at 20 to 24 degrees Celsius, especially in room temperature with continuous gentle agitation. Okay, this storage condition prevents platelet clumping and loss of functions. Then viability up to 5 days. Okay, 5 days viability അവര് മെയിൻറ്റെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 20 to 24 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്ത് കണ്ടിന്യൂസ് അജിറ്റേഷൻ, ജെന്റിൽ അജിറ്റേഷൻ വഴി ഇന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവര്. ഓക്കെ, നെക്സ്റ്റ് വൺ, അതർ ഓപ്ഷൻ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ 20 degrees Celsius that is used for plasma products and not for platelets. 2 to 6 degrees Celsius for storing RBCs, and room temperature without agitation that leads to the platelet clumping and degradation. So ഇതൊന്ന് പഠിച്ചു വെക്കുന്ന നല്ലതാണ്. -20 എന്ന് പറയുമ്പോൾ that is plasma products ആണ്, use for plasma products. Then 2 to 6 degree പറയുന്നത് RBC ആണ്. Then room temperature that is without agitation കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് ക്ലംപിംഗ് ആൻഡ് ഡിഗ്രഡേഷനിൽ നയിക്കും, ലീഡ്സ് ടു അല്ലെ, പ്ലേറ്റ്ലെറ്റ് ക്ലംപിംഗ് ആൻഡ് ഡിഗ്രഡേഷൻ. സോ ആ കാര്യങ്ങളൊന്ന് 2 to 6 ഏതാണ്, -20 ഏതാണെന്ന് ഒന്ന് പഠിച്ചു വെച്ചോളൂ. Okay, next question. Who is considered the father of microbiology? Options are Robert Koch, option B Louis Pasteur, option C Anton van Leeuwenhoek, and option D Joseph Lister. ഏതാണ് ആൻസർ വരിക? ഏതാ ആൻസർ വരിക? ഫാദർ ഓഫ് മൈക്രോബയോളജി. ഇത് നമ്മൾ ആപ്പിൽ ഒന്ന് അപ്ലോഡ് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം അല്ലെ. ലൂയിസ് പാസ്റ്റർ ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ലൂയിസ് പാസ്റ്റർ ആണ്. ആന്റണി വാൻ ല്യൂവൻഹോക്ക് വന്നിട്ട് നമ്മുടെ ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി ഒക്കെയാണ് ആന്റണി വാൻ ല്യൂവൻഹോക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ലൂയിസ് പാസ്റ്റർ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മൈക്രോബയോളജി ഫോർ എസ്റ്റാബ്ലിഷിംഗ് ജേം തിയറി ഓഫ് ഡിസീസ്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് നമ്മുടെ റാബിസ് വാക്സിൻ ഉണ്ടല്ലോ, റാബിസ് അതുപോലെ ആന്ത്രാസ് വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് വാക്സിനേഷൻ നമുക്ക് എഡ്വാർഡ് ജെന്നർ ആണ്, സ്മോൾ പോക്സ് വാക്സിൻ ആണ്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക്
ഫസ്റ്റ് ഈ റാബിസ് വാക്സിനും ആന്ത്രാക്സ് വാക്സിനും കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. അപ്പൊ ഫാദർ ഓഫ് മൈക്രോബയോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, ബാക്കി ഓപ്ഷൻ കൂടെ ജസ്റ്റ് നോക്കാം. റോബർട്ട് കോച്ച് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. കോച്ച് പോസ്റ്റ്ലേറ്റ്സ് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ റോബർട്ട് കോച്ച് ആണ് ഫാദർ ഓഫ് ബാക്ടീരിയോളജി. ഇദ്ദേഹമാണ് നമ്മുടെ TB അതുപോലെ കോളറ, ആന്ത്രാക്സ് അതിനൊക്കെ ആ ഒരു കോസേറ്റീവ് ഏജൻസിനൊക്കെ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. അപ്പൊ ഇദ്ദേഹം TB കണ്ടുപിടിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തത്തിന് 1905 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആന്റണി വാൻ ലിവൻഹോക്ക് നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി ആണ്. മൈക്രോബയോളജി അല്ല, ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി. ഇദ്ദേഹം ഒരു എനിമൽ ക്യൂൾസ് നമ്മൾ ഒരു പേരിട്ട് വിളിച്ചു നമ്മൾ, ബാക്ടീരിയ, പ്രോട്ടോസോവനൊക്കെ. അപ്പൊ 1670-കളിലാണ് ഇത് അദ്ദേഹം മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ, ജോസഫ് ലിസ്റ്റർ അദ്ദേഹത്തിന് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ആന്റിസെപ്റ്റിക് സർജറി അല്ലെ, ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജോസഫ് ലിസ്റ്റർ ആണ്. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഫാദർ ഓഫ് മൈക്രോബയോളജി ചോദിക്കുകയാണെങ്കിൽ ലൂയിസ് പാസ്റ്റർ ആണ്. ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി ആണ് ആന്റണി വാൻ ലിവൻഹോക്ക് വരിക. ഓക്കെ, ഇനി കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A biosafety cabinet provides protection from physical hazards, biological aerosols, electrical hazards and fire hazards. ഏതാ ആൻസർ വരുക? BSc ബയോസേഫ്റ്റി ക്യാബിനറ്റ്സ് നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതുമാണ് അല്ലേ. യെസ്, ആൻസർ പറയുന്നുണ്ട് ബി ആണെന്നാണ് അവർ പറയണേ. അപ്പോ നോക്കാം അല്ലെ ആൻസർ. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഫിസിക്കൽ ഹസാർഡോ അതോ ഇലക്ട്രിക്കൽ ഹസാർഡോ ഫയർ ഹസാർഡോ ഒന്നും അല്ല വരിക അല്ലെ. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബയോസേഫ്റ്റി ക്യാബിനറ്റ് BSc നമ്മൾ BSc 1, 2, 3 ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, റിവിഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ റാങ്ക് മേക്കിംഗ് സൂപ്പർ നോട്ട്സിൽ നമ്മൾ ഇങ്ങനെ BSc-നെ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ക്ലാസ് ഒക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ലബോറട്ടറി വർക്ക് സ്പേസ് ആണ് ഡിസൈൻ ടു പ്രൊവൈഡ് എ പ്രൊട്ടക്ഷൻ ടു പേഴ്സണൽ, ദ എൻവിറോൺമെന്റ് ആൻഡ് ദ പ്രൊഡക്റ്റ്. നമ്മൾ ഈ BSc ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം, ലാഫ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. പക്ഷെ ലാഫിൽ പ്രൊഡക്റ്റിന്റെ ഒരു സേഫ്റ്റി മാത്രമേ നോക്കുന്നുള്ളൂ, ഈ സ്പെസിമെൻ സാമ്പിളിന്റെ ഒക്കെ ഒരു സേഫ്റ്റി മാത്രം. പക്ഷെ BSc നോക്കുകയാണെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ പ്രൊഡക്റ്റ്, എൻവിറോൺമെന്റ് അതിന്റെ ഒക്കെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നോക്കുന്നുണ്ട്. ഇറ്റ്സ് വർക്ക് ബൈ യൂസിങ് HEPA ഫിൽറ്റർ. Okay, and it's controlled airflow to containing and filter biological aerosol generate during lab procedure involving infectious agent. നമ്മൾ ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റർ ആണ് ഈ HEPA ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം നമ്മൾ BSc നമ്മൾ ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ആൽക്കഹോളൊക്കെ വെച്ച് വൈപ്പ് ചെയ്ത് ദെൻ നമ്മൾ UV ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അല്ലേ. നമ്മൾ ഫുൾ ഒരു ഹൈജീനിക് വേ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് നോക്കാം. ബാക്കി ഫിസിക്കൽ ഹസാർഡ് അത് നമ്മൾ PPE കിറ്റ് ഒക്കെ നമ്മളുണ്ട് അല്ലെ, മെക്കാനിക്കൽ സേഫ് ഗാർഡ്സ്, അത് BSc അല്ല. ദെൻ ഇലക്ട്രിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഇസ് മൈഗ്രേറ്റഡ് പറഞ്ഞാൽ ലഘൂകരിക്കുക, അങ്ങനെയാണ് ത്രൂ പ്രോപ്പർ ഗ്രൗണ്ടിങ് ആൻഡ് എക്യുപ്മെന്റ് മെയിൻ്റെനൻസ് ഒക്കെ വഴിയാണ്. ഫയർ ഹസാർഡ് അഡ്രസ് ടു ഫയർ സേഫ്റ്റി പ്രോട്ടോകോൾസ് വഴിയാണ് നോക്കുക, അത് BSc-യിൽ വരുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, standard autoclaving is done at option A 100 degrees Celsius for 15 minutes, option B 121 degrees Celsius at 15 psi for 15 to 20 minutes, option C 90 degrees Celsius for 5 minutes and option D 160 degrees Celsius for 2 hours. ഏതാ ആൻസർ വരുക? ഓട്ടോക്ലേവിംഗ് നമ്മൾ മൈക്രോബയോളജി പഠിക്കുന്ന കാലം മുതലേ അല്ലെങ്കിൽ നമ്മൾ ലാബില് തുടങ്ങുന്ന കാലം മുതലേ നമ്മൾ ഓട്ടോക്ലേവ് അറിയാത്ത ആരും ഉണ്ടാവില്ല. തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ഓട്ടോക്ലേവ് ആണ്, ഇത് ചെയ്യാത്തായിട്ട് ആരും ഉണ്ടാവില്ല. ഓപ്ഷൻ ബി ആണ് നമുക്കറിയാം ആൻസർ. ഒരു വെരിഫിക്കേഷൻ ആവശ്യമില്ല, ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, നമുക്ക് ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം, അറിയുന്നതാണ്. അപ്പോൾ ഓട്ടോക്ലേവ് നമുക്കറിയാം മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. നമ്മൾ സ്റ്റെറിലൈസേഷനും ഡിസ്ഇൻഫെക്ഷനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഡ്രൈ ഹീറ്റ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്. അപ്പൊ ഡ്രൈ ഹീറ്റിൽ നമുക്ക് ഹോട്ട് എയർ ഓവൻ അങ്ങനെയൊക്കെ വരും. മോയിസ്റ്റ് ഹീറ്റിൽ വരുന്നതാണ് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് ആരാണ് ഇൻവെന്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചാർലിസ് ചേംബർലാൻഡ് ആണ്. 1879 ഈ ഓട്ടോക്ലേവ് ഇൻവെന്റ് ചെയ്തത്. അതിന് നമുക്ക് 121 ഡിഗ്രി സെൽഷ്യസ് ആണ്, 15 pounds per square inch PSI പ്രഷർ ആണ്. ദെൻ 15 to 20 minutes ആണ് അല്ലെ. ഇത് ഇഫക്റ്റീവ്ലി കിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗി, അതുപോലെ തന്നെ സ്പോർട്സിനെയും കിൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓട്ടോക്ലേവിന്റെ എഫിഷ്യൻസി നോക്കാനായിട്ട് നമ്മൾ ബാക്ടീരിയ സ്റ്റീരിയോ തെർമോഫിൽസ്, നമ്മളൊരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes അത് ഇക്വാലന്റ് ടു ബോയിലിംഗ് ആണ് അല്ലെ. അത് നമുക്കിപ്പോൾ സ്പോറിനെ കില്ലാവുന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ദെൻ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours അതൊരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആയി.
ഓട്ടോക്ലേവ് അല്ല, അത് മോയിസ്റ്റ് ഹീറ്റ് ആണല്ലോ. ദെൻ 90°C ഫോർ 5 minutes, അത് ടു ലോ ആണ് അല്ലെ, ടെമ്പറേച്ചർ വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്കത് സ്റ്റെറിലൈസ് ആയി അല്ലെങ്കിൽ അത് ഇഫക്റ്റീവ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Biomedical waste sharps are discarded in red bag, yellow bag, blue container, white puncture proof container. ഏതാണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, BMW എന്നൊക്കെ നമ്മൾ, കാറല്ല, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അത് നമ്മൾ വിത്ത് ഇമേജ് അടക്കം ഓരോരോ ബാഗിന്റെ കളറും അങ്ങനെയായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ടേബിൾ ആയിട്ടും അതുപോലെ ഇമേജ് ആയിട്ടും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻസ് എല്ലാം ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലെ, ഒരു ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതെ, ഇനിയിപ്പോ എല്ലാരും ജോലി കിട്ടി ലാബിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നവരാണ്, കൂടുതൽ ഫെമിലറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ബാഗ്. ഡി ആണ് എല്ലാരും പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഡി തന്നെയാണ് അല്ലെ ആൻസർ വരാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. ഷാർപ്പ് നീഡിൽസ്, സ്കാൽപ്പൽസ്, ബ്രോക്കൺ ഗ്ലാസ് പോസ് എ ഹൈ റിസ്ക് ഓഫ് ഇൻഷുറി ആൻഡ് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ. അതൊക്കെ നമ്മൾ ഈ വൈറ്റിലാണ് അല്ലെ. ദ ആർ ഡിസ്പോസ് ഇൻ എ വൈറ്റ്, പങ്ക്ചർ പ്രൂഫ്, ലീക്ക് പ്രൂഫ് ആയിരിക്കണം. അത് നമുക്കറിയാം, നമ്മൾ ലാബോറട്ടറി ഗൈഡ് ലൈൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അല്ലെ. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ആസ് പെർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അത് കൊണ്ടുവന്നത് 1998-ലാണ്. ദെൻ അതിനുശേഷം അതൊരു മോഡിഫൈ ചെയ്തു, 2016-ലാണ് ആ റൂളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത്. റെഡ് ബാഗ് എന്തിനായിരുന്നു? പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്, നമ്മൾ IV സെറ്റ്സ്, ട്യൂബിങ്, സിറിഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ PP കിറ്റ്, മാസ്ക്, അതൊക്കെ നമ്മൾ ഈ റെഡ് ബാഗിലാണ് ഇടുക. യെല്ലോ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാറ്റമിക്കൽ വേസ്റ്റ് ആണ്, ഹ്യൂമൻ ടിഷ്യൂ, ഓർഗൻസ്, പ്ലാസന്റ്, അങ്ങനെ സോയിൽ വേസ്റ്റ്, അതൊക്കെ നമ്മൾ യെല്ലോ ബാഗിലാണ് ഇടുക. ബ്ലൂ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് വേസ്റ്റ്, ലൈക്ക് നമ്മൾ മെഡിസിനൽ വയൽസ്, അതുപോലെ ആംബ്യൂൾസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മള് വാക്സിൻസ്, നമ്മള് മെഡിസിൻസ് ഒക്കെ ഉള്ള, അങ്ങനെ അതൊക്കെ നമ്മൾ ഈ ബ്ലൂ കണ്ടെയ്നറിലായിരിക്കും ഇടാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For bacterial culture, the best time to collect a specimen is A. After starting antibiotics, B. At night, C. Before starting antibiotics, and D. Any time. ഏതാണ് ആൻസർ വരിക? ബിഫോർ സ്റ്റാർട്ടിങ് ആന്റിബയോട്ടിക്സ് ആണ് അല്ലെ. നമ്മളൊരു ബാക്ടീരിയൽ കൾച്ചർ, നമുക്ക് ആന്റിബയോട്ടിക് എന്തിനാ കൊടുക്കുന്നത്? അവിടെ ബാക്ടീരിയ കില്ലാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് ഒരുപാട് ആന്റിബയോട്ടിക് അറിയാം. ആന്റിബയോട്ടിക് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണെന്നറിയാം. പിന്നെ 1928-ലാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി 1945. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക്കിന് ഒരുപാട് ടാർഗറ്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ സെൽ വാൾ സിന്തസിസ്, സെൽ മെംബ്രെയിൻ, പ്രോട്ടീൻ സബ് യൂണിറ്റ്, നമ്മൾ DNA, RNA, അതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ മുന്നേ നമ്മൾ അത് കളക്ട് ചെയ്യണം അല്ലെ. അപ്പൊ സ്പെസിമെൻസ് ഫോർ ബാക്ടീരിയൽ കൾച്ചർ ഷുഡ് ബി കളക്ടഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ആന്റിബയോട്ടിക് തെറാപ്പി ടു എൻഷുർ അക്യുറേറ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോസേറ്റീവ് ഓർഗാനിസം. നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സാമ്പിൾ കളക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവില്ല അല്ലെ, എത്രമാത്രം ഓർഗാനിസം അവിടെ ഉണ്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ആന്റിബയോട്ടിക് ക്യാൻ സപ്രസ് ഓർ കിൽ ബാക്ടീരിയ ലീഡിംഗ് ടു ഫോൾസ് നെഗറ്റീവ് കൾച്ചർ റിസൾട്ട് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. ബാക്കി ഓപ്ഷൻ നോക്കാം. ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ആന്റിബയോട്ടിക്സ് ടു റിഡ്യൂസ് ബാക്ടീരിയൽ ലോഡ് may lead to no growth. At night ആണെങ്കിൽ ടൈം ടു കളക്ഷൻ ഡിപ്പെൻഡ് upon the clinical condition. അത് നോട്ട് ബേസ്ഡ് ഓൺ ഡേ ഓൺ നൈറ്റ് ആണ്. എനി ടൈം ഇറ്റ് ഇൻകറക്റ്റ് ആണ്. ടൈമിംഗ് ഇസ് എ ക്രൂഷ്യൽ ഫോർ കൾച്ചർ അക്യുറസി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Magnification of oil immersion objective in compound microscope is option A 10x, option B 40x, option C 100x, and option D 4x. എന്താണ് ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ, നമുക്കൊരു ഒബ്ജക്റ്റിനെ നമുക്ക് മാഗ്നിഫൈ ചെയ്യാം, നമുക്ക് അതിനെ വലുതാക്കി കാണാന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് അല്ലെ മൈക്രോസ്കോപ്പിന്റെ. അപ്പൊ മാഗ്നിഫിക്കേഷൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻറ്റു ഐ പീസ് ലെൻസ് ആയിരുന്നു നമ്മുടെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ഒക്കെ. അപ്പൊ അതെല്ലാവർക്കും അറിയാം. ഏതാ ആൻസർ വരുക? സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. The oil immersion objective lens is compound microscope. Typically provide 100x magnification ആണ്. അത് നമ്മുടെ ഐ പീസ്, നമ്മൾ പറഞ്ഞു മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഐ പീസ് ഇൻറ്റു ഒബ്ജക്റ്റീവ് ലെൻസ് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 10x ഇൻറ്റു 100x വരുമ്പോൾ നമ്മൾ 1000x ആയിരിക്കും മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അത് നമുക്ക് ബാക്ടീരിയ, അതുപോലെ തന്നെ ബ്ലഡ് സ്മിയർ, അതുപോലെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. നമ്മൾ ഓയിൽ എന്തിനാ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിഡ്യൂസ് ലൈറ്റ് റിഫ്രാക്ഷൻ, അതുപോലെ തന്നെ ആ ഇമേജിന്റെ ക്ലാരിറ്റി, റെസൊല്യൂഷൻ, അതൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 10x, 40x, 4x അത് ലോ പവർ ആണ്. 10x, 40x എന്ന് പറഞ്ഞാൽ ഹൈ പവർ ഒബ്ജക്റ്റീവ് ആണ്. അത് യൂറിൻ, ജനറൽ ടിഷ്യൂ, വീവൻ, അതിനൊക്കെയാണ്. ദെൻ 4x എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ക്വിക്ക് ഓവർവ്യൂ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The shape of Vibrio cholerae is coccate, bacilli, spiral, coma.
ഏതാണ്? വിബ്രിയോ കോളറെ. നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നമ്മളെ റോബർട്ട് കോച്ച് ആണ് വിബ്രിയോ കോളറെ കണ്ടുപിടിച്ചത്. പിന്നെ നമുക്ക് അറിയാം വിബ്രിയോ കോളറെ കുറിച്ച് കുറെ കാര്യം അറിയാം അല്ലെ നമുക്ക്. മോണോട്രൈക്കസ് ഫ്ലജലാണ്, അതുപോലെ തന്നെ റൈസ് വാട്ടർ സ്റ്റൂൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോമ ഷേപ്ഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. Vibrio cholerae is a bacterium that has a cholera. It's a characteristic of comma shaped ആണ്, ഇങ്ങനെ കർവ് ഷേപ്ഡ് ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് മോട്ടൈൽ ആണ് വിത്ത് സിംഗിൾ പോളാർ ഫ്ലജെല്ലം. അപ്പം നമ്മൾ ഫ്ലജെല്ല പഠിച്ചിട്ട് മോണോന്യൂക്ലിയർ, അതുപോലെ ലോഫോട്രൈക്കസ്, അതുപോലെ തന്നെ നമ്മൾ പെരിട്രൈക്കസ്, അങ്ങനെ ഒരുപാട് ഫ്ലജെല്ല പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഷീത്തഡ് ഫ്ലജെല്ല പഠിച്ചിട്ടുണ്ട്. അപ്പൊ വിബ്രിയോ കോളറ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഷീത്തഡ് ഫ്ലജെല്ല. ഫ്ലജെല്ലിന്റെ മേത്ത് ഒരു കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതാണ് ഷീത്തഡ് ഫ്ലജെല്ല. ബാക്കി കോക്കയെ നമുക്കറിയാം സ്പെരിക്കൽ ആണ് അല്ലെ, അങ്ങനെ റൗണ്ട് പോലെ ആയിരിക്കും. അത് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫിലോകോക്കസ് ഒക്കെ വരാം. ബാസിലയിൽ നമുക്കറിയാം ഇക്കോളൊക്കെ വരും, ഇങ്ങനെ റോഡ് ഷേപ്ഡ് ആണ്. സ്പൈറൽ നമ്മൾ കോർക്ക് ആൻഡ് സ്ക്രൂ ഷേപ്ഡ് ആണ്, ഇങ്ങനെ സ്പൈറൽ ആയിരിക്കും. ട്രിപ്പോണിമ പാരഡ് ഒക്കെയാണ് എക്സാമ്പിൾ വരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. pH of most bacterial culture media is adjusted to A 5.5, B 6, C 7.22, 7.4 and D 8. ഏത് ആൻസർ വരാം? ബാക്ടീരിയ കൾച്ചർ മീഡിയ pH. ബാക്ടീരിയയുടെ pH ആണ്, കൾച്ചർ മീഡിയയുടെ pH ആണ് ചോദിച്ചത്. നമുക്ക് ഒരുപാട് കൾച്ചർ മീഡിയ അറിയാം. സിമ്പിൾ മീഡിയ, ബേസൽ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, അങ്ങനെ ഒരുപാട് മീഡിയാസ് അറിയാം അല്ലെ. എത്രയായിരിക്കും pH റേഞ്ച് എത്ര വരിക ബാക്ടീരിയയുടെ? ആൻസേഴ്സ് പറയുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഓപ്ഷൻ കൂടി ആക്റ്റീവ് ആവാൻ നിങ്ങൾക്ക്. അപ്പൊ കുറച്ച് സ്പീഡ് ആയിട്ടുണ്ട്. അപ്പോ സി തന്നെയാണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പൊ മോസ്റ്റ് ഓഫ് ബാക്ടീരിയ 7.2 to 7.4 ആയിരിക്കും വരിക. ഓക്കെ, ഇത് ഒപ്റ്റിമൽ ആണ്. ഗ്രോത്ത് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് നോൺ ഫാസ്റ്റിഡിയസ് ബാക്ടീരിയ. ബാക്കി 5.5 അത് നമുക്കറിയാം ഫംഗക് ആണ് അല്ലെ. നമ്മൾ SD യുടെ pH നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. 5.6 ആണ്. 6 പറയുമ്പോൾ ആസിഡിക് ആണ്, അത് ഒപ്റ്റിമൽ അല്ല. 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽക്കലൈൻ കണ്ടീഷൻ ആണ്. അത് ജസ്റ്റ് വിബ്രിയോ കോളറയ്ക്ക് മാത്രമേ ഉള്ളൂ. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ നമ്മൾ അതിന്റെ എൻറിച്ച്മെന്റ് മീഡിയ വിബ്രിയോയ്ക്ക് നമ്മൾ യൂസ് ചെയ്തിരുന്നു അല്ലെ, അതിന് മാത്രമാണ് ഈ ആൽക്കലൈൻ വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 7.2 to 7.4 ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which stain is used for Corynebacterian diphtheria granules? Option A, Gram stain. Option B, Ziehl-Neelsen stain. Option C, Albert stain. And option D, India ink. Corynebacteria diphtheria നമുക്കറിയാം. ക്യൂണിഫോം പാലിസൈഡ് അറേഞ്ച്മെന്റ്, നമുക്ക് ആ ബാക്ടീരിയയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം അല്ലെ. നമ്മൾ എക്സോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൽബർട്ട് സ്റ്റെയിൻ ആണ് ആൻസർ വരിക. ശരിയാണ്. അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. നമ്മൾ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് അല്ലെ, അല്ലെ വോളിറ്റിൻ ഗ്രാനുൾസ് എന്ന് പറയും. നമ്മൾ കോർണിബാക്ടീരിയം ഡിഫ്തീരിയക്കാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഗ്രീൻ സൈറ്റോപ്ലാസ്റ്റിൽ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറിലായിരിക്കും ആ ഗ്രാനുൾസ് കാണുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ആൽബർട്ട് സ്റ്റെയിൻ കൂടാതെ വേറെയും 2 സ്റ്റെയിൻസ് ഉണ്ട്, പോണ്ടേ സ്റ്റെയിനും നീസർ സ്റ്റെയിനും. അത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത് കണ്ടു. അത് നമ്മൾ റിവിഷനിലും നമ്മൾ മാരത്തോൺ റിവിഷനിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി ഓപ്ഷൻ ഗ്രാം സ്റ്റെയിനിങ് എന്തിനാണ്? നമ്മൾ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ നോക്കാനാണ്. Ziehl-Neelsen ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനാണ് അല്ലെ. ഏതാണ് നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസ് ആണ്. അതുപോലെ ഒരു വീക്ക് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഉണ്ടായിരുന്നു, നൊക്കാർഡിയ. ഓക്കെ, അപ്പൊ ഈ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഫസ്റ്റ് കണ്ടുപിടിച്ചത് പോൾ എർലിച്ച് ആണ്. ദെൻ അതിനുശേഷമാണ് Ziehl-Neelsen സ്റ്റെയിൻ വരുന്നത്. ഇന്ത്യ ഇങ്ക് അത് നമ്മൾ ക്യാപ്സ്യൂളിനൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണ് നെഗറ്റീവ് സ്റ്റെയിനിങ്ങിനെ യൂസ് ചെയ്യുന്നത് അല്ലെ. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് നമ്മൾ ഫംഗസ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is true regarding the normal flora of the human intestine? A, Staphylococcus aureus is a common intestinal commensal. Vibrio cholerae is a part of normal gut flora. Option C, Bacillus anthracis is a commonly found in human intestine. And option D, Escherichia coli അല്ലെങ്കിൽ E. coli is a normal inhabitant of the human intestinal tract. ഏതാണ് ആൻസർ വരാം? ഇതും നമ്മൾ ഒരു ആപ്പ് ഫോർമാറ്റിൽ ഇട്ടപ്പോ ഒരു ചെറിയ ഒരു ക്ലാരിക്കൽ മിസ്റ്റേക്ക് വന്നിരുന്നു. ഇനി ഡൗട്ട് ഒന്നും വേണ്ട, നമ്മൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇക്കോളെ ആണ്. ഇക്കോളെ ഇസ് എ നോർമൽ ഇൻഹാബിറ്റന്റ് ഓഫ് ദ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇക്കോളെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലേ. അതൊരു നോർമൽ കമൻസൽ ബാക്ടീരിയ ആണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉള്ളത്. അതുപോലെ തന്നെ സ്റ്റെയിൻ ക്യാൻ ബി പാത്തോജനിക് ആണ്, സം ക്യാൻ ബി പാത്തോജനിക്. അതുപോലെ തന്നെ സം സ്ട്രെയിൻസ് ഹാംലെസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡ്യൂസിങ് വൈറ്റമിൻ കെ, അതുപോലെ മെയിൻറ്റെയിനിങ് ഗട്ട് ഹെൽത്ത്, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം, ബാക്കി ഓപ്ഷൻ കൂടെ നോക്കാം. സ്റ്റാഫോറിയസ്. സ്റ്റാഫോറിയസ് എന്താ? ഇറ്റ്സ് എ കോമൺ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ഫ്ലോറ ആണ് അല്ലെ. അത് മെയിൻ ആയിട്ട് സ്കിൻ, അങ്ങനെ നാസൽ പാസേജ് അങ്ങനെയൊക്കെയാണ് കാണുക. അതുപോലെ വിബ്രിയോ കോളറ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചോളൂ അല്ലെ. അത് ഒരു നോർമൽ ഫ്ലോറയുടെ പാർട്ട് അല്ല. ഓക്കെ, അത് പാത്തോജൻ ആണ്. കോളറഗോസിയം, നമ്മൾ റൈസ് വാട്ടർ സ്റ്റൂൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ബാസിലസ് ആന്ത്രസ്, അതൊരു സൂണോട്ടിക് ഡിസീസ് ആണ് അല്ലെ. നമ്മൾ സൂണോട്ടിക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, which is the most common method for antibiotic susceptibility? Option A, streak method. Option B, Kirby-Boyer disc diffusion. Option C, port plate. Option D, broth culture. എന്താ ആൻസർ വരിക? വളരെ സിമ്പിൾ ആണ്. നമ്മൾ AST ആന്റിമൈക്രോബിയൽ സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒറ്റ മെത്തേഡേ നമുക്ക് പറയാനുണ്ടാവുള്ളൂ. ഏതാണ്? കിർബി-ബോയർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഏതാ ആൻസർ വരിക. ബി തന്നെയാണ്. നമുക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. കിർബി-ബോയർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്, അതാണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ്. നമ്മളൊരു ഡിസ്ക് വെച്ചിട്ട് അല്ലെ, നമ്മളൊരു മീഡിയ ഉണ്ടാക്കി. ഏത് മീഡിയ ആയിരുന്നു യൂസ് ചെയ്യുന്നത്? മുള്ളർ ഹിൻഡൻ അഗാറാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അതിൽ നമ്മൾ ഡിസ്ക് വെച്ചിട്ടാണ് നോക്കുക. ഈ ഡിസ്കിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6 mm ആണ്. ഓക്കെ, 6 millimeter സൈസ് വരുന്ന ഡിസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ് പ്ലേസിംഗ് ആന്റിബയോട്ടിക് ഇംപ്രഗ്നേറ്റഡ് ഡിസ്ക് ഓൺ അഗാർ പ്ലേറ്റ് ഇനോക്കുലേറ്റഡ് വിത്ത് ടെസ്റ്റ് ഓർഗാനിസം. നമ്മൾ ടെസ്റ്റ് ഓർഗാനിസം വെച്ചിട്ട് നമ്മൾ ആ ഡിസ്ക് വെക്കുന്നു. ആഫ്റ്റർ ഇൻക്യുബേഷൻ നമുക്ക് ആ ഒരു സോൺ നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മൾ ആ ഡയാമീറ്റർ ഒക്കെ മെഷർ ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. സ്ട്രീക്ക് മെത്തേഡ് അതെന്തിനാണ്? നമുക്ക് ഒരു പ്യുവർ കൾച്ചറിനാണ്, നമ്മൾ ഐസൊലേറ്റ് ചെയ്യാനായിട്ടാണ്. പോർ പ്ലേറ്റ് അത് നമുക്ക് കോളനി കൗണ്ടിങ് ആണ്. നമ്മൾ 1 ml എടുത്ത് നമ്മൾ പോർ പ്ലേറ്റ് ചെയ്യും, അതൊക്കെ അറിയാം. ബ്രോത്ത് കൾച്ചർ അത് ജസ്റ്റ് MIC ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is used as a transport medium for stool samples? Option A, Carrie Blair. Option B, Stouts. Option C, Amis. And option D, Pecton water. ഏതാണ് ട്രാൻസ്പോർട്ട് മീഡിയം ഫോർ സ്റ്റൂൾ സാമ്പിൾ? ഏതാ ട്രാൻസ്പോർട്ട് മീഡിയ? എയും ബിയും ഒരാളെ പറയുകയാണെങ്കിൽ ഒരാൾ ബി ആണ് പറയുന്നത്. ഒരു ഓർഡറിൽ പോകുന്നുണ്ടല്ലോ, എ ബി. അതെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, കാരി ബ്ലെയർ ആണ്. ഓക്കെ, നമ്മള് നോർമൽ മീഡിയാസ് പഠിച്ചപ്പോൾ ഇതൊക്കെ ഏതിനാന്നൊക്കെ പഠിച്ചിരുന്നു. കാരി ബ്ലെയർ നമ്മൾ സാൽമോണല, ഷിഗല്ല, വിബ്രിയോക്കൊക്കെയാണ് നമ്മൾ കാരി ബ്ലെയർ മീഡിയം. അത് സെമി സോളിഡ് ട്രാൻസ്പോർട്ട് മീഡിയ ആണ്. ഓക്കെ, സ്റ്റുവാർട്ട് മീഡിയം നമുക്കറിയാം ലീസേരിയയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ആമിസ് മീഡിയം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുവാർട്ട് മീഡിയന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ബാക്കി സ്റ്റുവാർട്ട് മീഡിയ ട്രാൻസ്പോർട്ട് മീഡിയ ആണ്. ത്രോട്ട്, വുണ്ട്, അതുപോലെ തന്നെ ജെന്റൽ സ്വാബ്സിനൊക്കെയാണ്, സ്റ്റൂൾസിനല്ല. ആമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് question. The infective stage of Entamoeba histolytica is trophocyte, then B, cyst, C, ova, and D, larva. ഏതാണ്? എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക. ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഏതാണ് വരിക? ട്രോഫോസൈറ്റ് ആണോ, സിസ്റ്റ് ആണോ, ഓവയാണോ, അതുപോലെ ലാർവയാണോ? ഏതാ ഇൻഫെക്റ്റീവ് സ്റ്റേജ്? ഓപ്ഷൻ ബി ആണെന്നാണ് എല്ലാരും പറയുന്നത്. കുറച്ചുപേർക്ക് എ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് എയും കാണുന്നുണ്ട്. അതെ, അപ്പോ നമുക്ക് നോക്കാം ആൻസർ. ഓപ്ഷൻ ബി ആണ്, സിസ്റ്റ് ആണ് ആൻസർ വരിക. സിസ്റ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക. ഇൻഫെക്റ്റീവ് ഫോം ആണ്. അത് എൻവിറോൺമെന്റ് കണ്ടീഷനോടൊക്കെ റെസിസ്റ്റന്റ് ആണ്. അത് ഈ ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണ്, അത് കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ അത് വഴിയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ capable of exciting in the host intestine to release trophocyte which cause a disease. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, എ ആണോ എന്നൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ബാക്കി നമുക്ക് നോക്കാം, ബാക്കി ഓപ്ഷൻ കൂടി നോക്കാം. നോട്ട് ചെയ്ത് വെക്കണം അല്ലേ, ഓരോ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സംഭവം എല്ലാം ഇതിലുള്ളത് തന്നെയാണ്. അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വന്നതാണ്. ട്രോഫോസ് എന്ന ആക്റ്റീവ് മോർട്ടൽ ആൻഡ് പാത്തോജനിക് സ്റ്റേജ് ആണ്. അത് ഇൻഫെക്റ്റീവ് അല്ല. ഓക്കെ, നോട്ട് ഇൻഫെക്റ്റീവ് ഔട്ട്സൈഡ് ദ ബോഡി ഡ്യൂ ടു ഫ്രജിലിറ്റി. ഓവ എന്ന് പറഞ്ഞാൽ അപ്ലൈസ് ടു ഹെലിമെന്റ്സ്, നോട്ട് പ്രോട്ടോസോവ ലൈക്ക് എൻറ്റമീബ. ലാർവ എന്ന് പറഞ്ഞാൽ ഓൾസോ ടൈം ഓഫ് ഫോർ ഹെലിമെന്റ്സ് ആണ്, അത് പ്രോട്ടോസോവൻ സ്റ്റേജ് അല്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, which area Branchofty is transmitted by? Sandfly, mosquito, housefly, tick. ഏതാണ്? which area Branchofty is transmitted? എങ്ങനെയാ? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതെ. ഏതാ വരുക? ഏതാ ആൻസർ വരുക? സാൻഡ്ഫ്ലൈ ആണോ, മോസ്കിറ്റോ ആണോ,
ഹൗസ് ഫ്ലൈ ആണോ ടിക്ക് ആണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. ഓപ്ഷൻ ബി തന്നെയാണ്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലെ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും അറിയാം, നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ക്യൂലെക്സ് ആയിരിക്കാം, അനോഫിലസ് ആയിരിക്കാം, അയഡീസ് ആയിരിക്കാം. ഏത് മോസ്കിറ്റോ വഴിയാണ് ഇത് മെയിൻ ആയിട്ട് പകരുക? പാരസൈറ്റിക് ഫിലാരിയൽ ഫോം ആണ്. നമുക്കറിയാം എലിഫന്റിയാസിസ് അല്ലെ. പിന്നെ ഈ ക്യൂലെക്സിന്റെ ആയാലും അനോഫിലസിന്റെ ആയാലും ഏഡീസ് മോസ്കിറ്റോയിലും ഓരോ മോസ്കിറ്റോസിന്റെയും ഏതൊക്കെ ഡിസീസ് ആണ് കോസ് ചെയ്യാന്നൊക്കെ നമ്മൾ ടേബിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ക്യൂലെക്സ് ആയാലും ഏഡിസ് ഈജിപ്റ്റി അത് ഡേ ടൈമിലാണ്, ബാക്കി ക്യൂലെക്സ് ആയിക്കോട്ടെ അനോഫിലസ് ഒക്കെ നൈറ്റ് ടൈമിലാണ് നമ്മളെ കഴിക്കുക. അപ്പൊ ഏഡിസിൽ വരുന്നതാണ് ചിക്കൻ ഗുനിയ, ഡെങ്കി, സിക്ക ഒക്കെ വരുന്നത്, യെല്ലോ ഫീവർ ഒക്കെ വരുന്നത് ഏഡിസ് ഈജിപ്റ്റിയിലാണ്. ക്യൂലെക്സിൽ വരുന്നതാണ് നമ്മള് ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, വെസ്റ്റ് നൈൽ ഫീവർ ഒക്കെ. ഓക്കെ, അനോഫിലസിൽ നമുക്കറിയാം ഒരാളാണ് മലേറിയ അല്ലെ. മലേറിയ ആണ് അനോഫിലസ് കൊതുക് വരുത്തുന്നത്, മലേറിയ ആണ്. അതൊക്കെ നമുക്കറിയാം, നമ്മൾ ടേബിൾ ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ബാക്കി ഓപ്ഷൻ സാൻഫ്ലൈ എന്താ? കാലാസർ, ലീഷ്മാനിയ, ഡോണോബോണിയാണ്. ഹൗസ് ഫ്ലൈ അത് മെക്കാനിക്കൽ വെക്ടർ ആണ്. അപ്പൊ നമുക്ക് വെക്ടറിൽ തന്നെ മെക്കാനിക്കൽ ഉണ്ട്, ബയോളജിക്കൽ വെക്ടർ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. ടിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ലൈക്ക് ലൈം ഡിസീസ് ആണ്. അതുപോലെ തന്നെ ബേബിയോ സയോസിസ് അത് ഫിലാരിയസിസ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, next question. Which of the following is a cystode? Ascaris lumbricoides, Tinea solium, Enterobius vermicularis, and Ankylostoma duodenale. എന്താണ് സെസ്റ്റോഡ്? എന്താ സെസ്റ്റോഡ്? ടേപ്പ് ബോം ആണ് അല്ലെ. ടേപ്പ് ബോം ആണ്. ഏതൊക്കെ ഉണ്ട് ടേപ്പ് ബോം? നമ്മൾ പോർക്കിലുണ്ട്, ബീഫിലുണ്ട്, അതുപോലെ ഫിഷ് ടേപ്പ് ബോം ഉണ്ട്, ഹൈഡ്രേറ്റഡ് സിസ്റ്റ് കോസ് ചെയ്യുന്ന ടേപ്പ് ബോം ഉണ്ട്, ഒക്കെ നമുക്കറിയാം. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരിയാണ്. ഓക്കെ, ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ റൗണ്ട് വോം ആണ് അല്ലെ, നെമറ്റോഡ്സ് ആണ്. ഓക്കെ, നെമറ്റോഡ്സ് ആണ്. ടിനിയ സോളി ആണ്, അത് നമുക്ക് പോർക്കിലാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ബീഫിലുള്ളതാണ് ടിനിയ സാഗിനാറ്റ. ഓക്കെ, അതൊരു ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷൻ ആണ്, അത് കോസ് ചെയ്യുന്നത് ടെനിയാസിസ്. അതുപോലെ സിസ്റ്റിസെർക്കോസിസ്, അത് നമ്മൾ എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, സിസ്റ്റിസെർക്കോസിസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ആസ്കാരിസ് ലുംബ്രിക്കോട്സ് അത് നെമറ്റോഡ് ആണ്, ബാക്കി എല്ലാം നെമറ്റോഡ് ആണ്, സിസ്റ്റോഡ് ആണ്. ഈ ട്രമറ്റോഡ് ഉണ്ട്, ഫ്ലൂക്സ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം അല്ലെ. ഓക്കെ, next question. Trichuria is also known as hookworm, tapeworm, whipworm, pinworm. ഏതാണ്? ട്രിച്ചുറിയസ് ട്രിച്ചുറ. സിമ്പിൾ ആണ്. ഇതും ഒരു റൗണ്ട് വേം ആണ് അല്ലെ. നമ്മൾ നേരത്തെ കുറച്ച് റൗണ്ട് വേംസിനെ പരിചയപ്പെട്ടു, അതിന്റെ കണക്ട് ആയിട്ട് തന്നെ. ട്രിച്ചുറിയസ് ട്രിച്ചുറ ഏതാണ്? ആൻസർ പറയുന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ച് വേമുകൾ ഉണ്ടല്ലോ, പിൻ വേം, ഹുക്ക് വേം, അപ്പോ കുറച്ച് കൺഫ്യൂഷൻ വരാം. പക്ഷെ നമ്മൾ അപ്പൊ തന്നെ അന്ന് തന്നെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം കുറച്ച് പേരുകളും കുറച്ച് കടുകട്ടിയാണ്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. വിപ്വം ആണ്. അതൊക്കെ റൗണ്ട് വേം ആണ്. നമ്മൾ നേരത്തെ കുറച്ച് ഓപ്ഷൻ പരിചയപ്പെട്ടല്ലോ, ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ഒക്കെ, അത് ലാർജസ്റ്റ് റൗണ്ട് വേം ആണ് കേട്ടോ, ലാർജസ്റ്റ് റൗണ്ട് വേം ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ട്രിച്ചുറസ് ട്രിച്ചുറ അത് വിപ്വം ആണ്. ഓക്കെ, അത് വിപ്പ് ലൈക്ക് ഷേപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നെമറ്റോഡ് ആണ്. ഓക്കെ, റൗണ്ട് വേം ആണ്, നമുക്കറിയാം. അബ്ഡോമിനൽ പെയിൻ, ഡയറിയ, ഒക്കെ റെക്ടൽ പ്രോലാപ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഓപ്ഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഇപ്പൊ തന്നെ ഒരു ടേപ്പ് വേമിനെ പരിചയപ്പെട്ടു അല്ലെ. അപ്പൊ നെക്സ്റ്റ് ബാക്കി ഓപ്ഷൻ നോക്കാം. ഹുക്ക് വേം refers to Ancylostoma duodenale അല്ലെങ്കിൽ നെക്കേറ്റോർ അമേരിക്കൻസ് ഒക്കെ വരിക. ടേപ്പ് വേം നമ്മൾ ഇപ്പൊ തന്നെ പരിചയപ്പെട്ടു. ടിനിയ സോളിയം പോർക്കിൽ കാണുന്നത്, അതുപോലെ ടിനിയ സാഗിനാറ്റി ഉണ്ട്, അതിൽ ഡൈഫൈലോബോട്രിയ ഉണ്ട്, അതുപോലെ ഹൈഡ്രേറ്റഡ് സിസ്റ്റ് കോസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഓക്കെ, പിൻവം എന്ന് പറഞ്ഞാൽ എൻഡ്രോബിയസ് വെർമിക്കുലാരിസ് ആണ്, അതിൽ സെല്ലോഫിൻ ടെസ്റ്റ്, NIH സ്വാബ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Preservative commonly used for stool sample is boric acid, B PVA, C alcohol, D sodium chloride. ഏത് ആൻസർ? പ്രിസർവേറ്റീവ്. സ്റ്റൂൾ സാമ്പിളില് പ്രിസർവേറ്റീവ് ഏതാണ്? ബോറിക് ആസിഡ് ആണോ, അതോ ആൽക്കഹോൾ ആണോ, സോഡിയം ക്ലോറൈഡ് ആണോ, PVA ആണോ? ഏതാണ്? ബി ആണ്, സി ആണെന്ന് പറയുന്നുണ്ട്. ഒരാൾ ബി പറയാ, ഒരാൾ സി ആണ്. പക്ഷെ ബി ആണ് ആൻസർ. PVA പോളിവിനൈൽ ആൽക്കഹോൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം.
പോളിവിനൈൽ ആൽക്കഹോൾ അത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ആണ് സ്റ്റൂൾ സാമ്പിൾസ്. അത് പാരാസൈറ്റോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അത് നമ്മൾ ഈ പ്രോട്ടോസോവൻ സിസ്റ്റ് ട്രോപ്പോസൈറ്റ് അതൊക്കെ അതിന്റെ മോർഫോളജി ഒന്നും മാറ്റാതെ അത് പ്രിസർവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ട്രൈച്ചോക്രോം സ്റ്റെയിൻ. ദെൻ ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബോറിക് ആസിഡ് അത് പ്രിസർവിങ് യൂസിങ് യൂറിൻ സാമ്പിൾസ് ആണ്. സ്റ്റൂളിനല്ല. ആൽക്കഹോൾ ആണെങ്കിൽ അതൊരു സം ഫിക്സേറ്റീവ് ആണ്. നമ്മൾ സ്റ്റൂൾ സാമ്പിൾ പ്രിസർവേറ്റീവ് ആയിട്ടൊന്നും ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. സോഡിയം ക്ലോറൈഡ് അത് ഫിസിയോളജിക്കൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അതൊരു പ്രിസർവേറ്റീവ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. Iodine stain is used for option A fungal spores, option B protozoan cyst in stool, option C RBCs, option D bacteria. ഏതാണ് അയഡിൻ സ്റ്റെയിൻ? ഫംഗൽ സ്പോർട്സിനാണോ അതോ പ്രോട്ടോസോവൻ സിസ്റ്റിനാണോ RBC ആണോ ബാക്ടീരിയ ആണോ? ഏതാണ് ആൻസർ വരിക? അതെല്ലാരും ബി തന്നെയാണ് പറയണേ. ഇടയ്ക്ക് ആർക്കോ ബാക്ടീരിയ ആണോ എന്ന് ഡൗട്ട് വന്നിട്ടുണ്ട്. അല്ല, മെജോറിറ്റി ബി ആണ് അല്ലേ? യെസ്, അപ്പൊ ബി തന്നെയാണ് ആൻസർ വരിക. പ്രോട്ടോസോവൻ സിസ്റ്റിൻ സ്റ്റൂൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എക്സ്പ്ലനേഷൻ. അയഡിൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വെറ്റ് മൗണ്ട് പ്രിപ്പറേഷൻ ആണ്. നമ്മൾ സ്റ്റൂൾ സാമ്പിൾ നമ്മൾ പ്രോട്ടോസോവൻ സിസ്റ്റ് അല്ല എൻഡമീബ ഹിസ്റ്റോളിക് അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ജിയാർഡിയ ലാംബ്ലിയ ട്രാവലേഴ്സ് ഡയറിയ നമുക്കറിയാം. അതുപോലെ തന്നെ സ്റ്റെയിൻ ദ ഗ്ലൈക്കോജൻ ആൻഡ് ന്യൂക്ലിയ വിത്ത് സിസ്റ്റ് മേക്കിംഗ് ദം മോർ വിസിബിൾ ആൻഡ് അതുപോലെ തന്നെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബാക്കി ഫംഗൽ സ്പോർട്സ് അല്ല, RBC അല്ല, ബാക്ടീരിയ അല്ല, അതിനൊക്കെ വേറെ വേറെ സ്റ്റെയിൻസ് ആണ്. നമുക്കറിയാം അല്ലെ. ഫംഗൽ സ്പോർട്സിനൊക്കെ നമ്മൾ ലാക്ടോഫിനോൾ കോട്ടൺ ബ്ലൂ ആണ്. RBC നമ്മൾ വെറ്റ് മൗണ്ട് സ്റ്റെയിൻ ഒക്കെയാണ്. ഓക്കെ, ജിംസ ഒക്കെയാണ്, ഐഡിൻ അല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question. Fungi that exist in mold form at 25 degrees Celsius and yeast form at 37 degrees Celsius are called option A dermatophytes, option B dimorphic fungi, option C opportunistic fungi and option D systemic fungi. ഏതാണ്? രണ്ട് ഫോമിൽ എക്സിസ്റ്റ് ആവുന്നുണ്ട്. രണ്ട് ഫോമിൽ എന്താ? ഡൈ ആണ് അല്ലേ? ഏതാണ് ആൻസർ വരും? അപ്പോ മോൾഡ് അത് 25 ഡിഗ്രിയിലും അതുപോലെ തന്നെ 37ലും ഉണ്ട്. ഓക്കെ, 25 ഡിഗ്രി മോൾഡ് ഫോമിലും ഈസ്റ്റ് നമ്മളെ റൂം ടെമ്പറേച്ചറിലും ബോഡി ടെമ്പറേച്ചറിലും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് ആൻസർ? അവർക്ക് ഡൗട്ട് ഒന്നുമില്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഡൈമോർഫിക് ഫംഗി ആണ് അല്ലെ? ഓക്കെ, അത് മോൾഡ് ഫോമിൽ ഉണ്ടാവും. അത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആണ്. ദെൻ 37 ഈസ്റ്റ് ഫോമിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലായിരിക്കും ഉണ്ടാക്കുക. ഡൈമോർഫിസ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഡൈമോർഫിക് ഫംഗസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നമ്മളൊരു ന്യൂമോണിക്സ് ഒക്കെ പഠിച്ചു വെച്ചിരുന്നു അല്ലെ? ഏതൊക്കെയാണ് ഡൈമോർഫിക് ഫംഗസ്? നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ ഓഫ് ഡൈമോർഫിക് ഫംഗസ് ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റും അതുപോലെ തന്നെ ബ്ലാസ്റ്റോമൈസസ് ഡെർമാറ്റോയിഡിസ്, കൊക്കിഡിയോഡ്സ് ഇമൈറ്റീസ്, അതുപോലെ തന്നെ പാരാകൊക്കിഡിയോഡ്സ് ബ്രാസിലൻസിസ്, സ്പോറോത്രിച്ച് സിസെൻകി, അതുപോലെ പെൻസിലിൻ ഒക്കെ ഉണ്ട്. നമുക്കറിയാം ഡൈമോർഫിക് ഫംഗി. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കൊടുത്തുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Chlamydospores are characteristic of A aspergillus, option B Candida albicans, option C penicillium and option D mucor. ഏതാണ് ആൻസർ വരിക? നോക്കാം അല്ലേ? ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി ആണല്ലേ, കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഓപ്ഷൻ വരിക. സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ചാറ്റ് ചെയ്തോളൂ. നിങ്ങളെ ഒരിക്കലും ചാറ്റ് ചെയ്ത് നിർത്താൻ പാടില്ല, ആക്റ്റീവ് ആയിട്ട് തന്നെ നിൽക്കണം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് കാൻഡിഡ ആൽബിക്കൻസ്. യെസ്, ഒരുവിധ ആൾക്കാരൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ മാത്രം ചെറിയൊരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷൻ കൂടി നോക്കാം. ഓക്കെ, ക്ലൈമഡോസ്പോർ എന്ന് പറഞ്ഞാൽ തിക്ക് വോൾഡ് ആയിട്ടുള്ള റൗണ്ട് റെസ്റ്റിംഗ് സ്പോർട്സ് ആണ്. നമുക്കറിയാം അസെക്ഷൽ സ്പോർട്സ് ആണ്. അത് കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഫോം ചെയ്യുന്നത്. എക്സ്പെഷ്യലി അണ്ടർ ന്യൂട്രിയൻ ലിമിറ്റഡ് കണ്ടീഷൻ ആണ്. നമുക്ക് കോൺമീൽ അഗാർ എന്നൊക്കെ അറിയാം അല്ലെ? അതുപോലെ തന്നെ നമ്മൾ കാൻഡിഡയിൽ പഠിച്ചിട്ടുണ്ട്. ജേം ട്യൂബ് ടെസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദേ ഹെൽപ്പ് ഇൻ ലബോറട്ടറി ഐഡന്റിഫിക്കേഷൻ ഓഫ്
Candida albicans and are not seen in most other Candida species. Okay, അപ്പോൾ Chlamydospores ആണ്, asexual spores ആണ്, പിന്നെ കൊനീഡിയ ഉണ്ട്, ബ്ലാസ്റ്റോമൈസസ് ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ബാക്കി ഓപ്ഷനുകൾ നോക്കാം. ആസ്പെർജില്ലസ് അത് കൊനീഡിയ സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. പെൻസിലിയം അത് ഓൾസോ ഫോം കൊനീഡിയ സ്പോർസ് ആണ്, ക്ലാമിഡോസ്പോർസ് അല്ല. ദെൻ മ്യൂക്കർ അത് സ്പൊറാഞ്ചിയോ സ്പോർസ് ആണ്. അപ്പൊ ഇതൊക്കെ അസെക്ഷൽ സ്പോർട്സിലാണ് വരിക. അപ്പൊ നമ്മൾ ഫംഗിലുള്ള സെക്ഷൽ സ്പോർട്സും അസെക്ഷൽ സ്പോർട്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെ ശ്രീലക്ഷ്മി? അവരുടെ ഇടയിൽ എന്തെങ്കിലും ആയിട്ട് കാര്യങ്ങൾ കൺഫ്യൂഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് ഒക്കെ വരുവാണെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, hyaline septae hyphae are characteristic of mucor, aspergillus, rhizopus, blastomyces. ഏതാണ് ഹൈലൈൻ സെപ്റ്റേറ്റ് ഹൈഫേ? ഏതിന്റെ ക്യാരക്ടറിസ്റ്റിക്സാ? മ്യൂക്കറിന്റെ ആണോ, അതോ റൈസോഫസിന്റെ ആണോ, ബ്ലാസ്റ്റോമൈസസിന്റെ ആണോ, ആസ്പെർജില്ലസിന്റെ ആണോ? ഏതിന്റെ ക്യാരക്ടറിസ്റ്റിക്കാ വരുക? ഹൈലൈൻ സെപ്റ്റേറ്റ് ആസ്പെർജില്ലസ് എന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ അവര് പറഞ്ഞ ആൻസർ ശരിയാണ് അല്ലെ. അവര് പറഞ്ഞ ആൻസർ ശരിയാവാതിരിക്കാൻ ഒരു വഴിയില്ല, അവർക്ക് എല്ലാം അറിയാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ജസ്റ്റ് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഹൈലൈൻ എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ലൈറ്റ്ലി കളേർഡ് ആണ്. സെപ്റ്റേറ്റ് എന്ന് നമുക്കറിയാം എന്താണ്, ഡിവൈഡ് ബൈ ക്രോസ് വാൾ, സെപ്റ്റേറ്റ് അല്ലെ. ഓക്കെ, അപ്പൊ അതിൽ ബാക്കി ഓപ്ഷൻ മ്യൂക്കർ അതൊരു ബ്രോഡ് റിബൺ ലൈക്ക് ബ്രാഞ്ചിങ് ആണ്, അത് അസെപ്റ്റേറ്റ് ആണ്. ആസ്പെർജില്ലസ് ആണെങ്കിൽ അസെപ്റ്റേറ്റ് ആണ്, അതാണ് നമ്മുടെ ആൻസർ വരിക. ദെൻ ഓപ്ഷൻ സി റൈസോഫസ് അതൊരു ബ്രോഡ് റിബൺ ലൈക്ക് ആണ്, അതും അസെപ്റ്റേറ്റ് ആണ്. ബ്ലാസ്റ്റോമൈസസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഇൻ ടിഷ്യൂ ആണ്, ബ്രോഡ് ബേസ്ഡ് ബഡിങ് ആണ്, അത് മോൾഡിൻ കൾച്ചർ ആണ്, അത് നോട്ട് നോൺ ഫോർ ഹൈഫൈൻ ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ അതുമല്ല. അപ്പൊ നമ്മുടെ ആൻസർ വരെ ആസ്പെർജില്ലസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആണല്ലേ അവരെ? അതെ അതെ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഏജന്റ് ഓഫ് ത്രഷ്. ഓപ്ഷൻ എ ട്രൈക്കോഫൈറ്റോൺ മെന്റാഗ്രോഫൈറ്റ്സ്, ബി Candida albicans, C Cryptococcus, option D Microspora. ഏതാണ് ആൻസർ? കോസിറ്റീവ് ഏജന്റ് ഓഫ് ത്രഷ്. ഓപ്ഷൻ ബി ആണ് കാൻഡിഡ ആൽബിക്കൻസ്. നമ്മളിപ്പോ ക്ലെബിഡോസ്പോറും കോൺമീൽ അഗറും ജെം ട്യൂബ് ടെസ്റ്റ് ഒക്കെ പറഞ്ഞു കാൻഡിഡയെ പറ്റിയിട്ട് അല്ലെ. Trust refers to oropharyngeal candidiasis, fungal infection ആണ്, mouth and throat. So commonly presenting white creamy plaque on tongue ആയിരിക്കും. അതുപോലെ തന്നെ inner cheeks, palate അവിടെ ഒരു white creamy plaques പോലെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ ട്രൈച്ചോഫൈറ്റ് മെറ്റാഗ്രോഫൈറ്റ്സ് ആണ്, അത് ഡെർമറ്റോഫൈറ്റ്സ് ആണ്, അത് ടിനിയ ഇൻഫെക്ഷൻ ആണ്, സ്കിൻ ഹെയർ നെയിൽസ് ഒക്കെ ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ റെലവൻസ് ടു ത്രഷ് അല്ല. ദെൻ ഓപ്ഷൻ ബി കാൻഡിഡ ആൽബിക്കൻസ് ആണെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ വരും അല്ലെ. ദെൻ ക്രിപ്റ്റോകോക്കസ് അത് ഒരു എൻകാപ്സുലേറ്റഡ് ഈസ്റ്റ് ആണ്. നമ്മൾ ക്രിപ്റ്റോകോക്കസ് ഇന്ത്യ ഇങ്ക് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സ്ട്രെയിനിങ് ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ ക്രിപ്റ്റോകോക്കസ് മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ മൈക്രോസ്പോറം അതൊരു ഡെർമറ്റോഫൈറ്റ് ആണ്, റിംഗ് വോം ആണ്, ടിനിയ കാപ്പിറ്റൈറ്റിസ്. അപ്പൊ അതും അല്ല ആൻസർ. അപ്പൊ നമ്മൾ ആൻസർ ഏതാ വരാം? കാൻഡിഡ ആൽബിക്കൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question, cryptococcal meningitis is best diagnosed from skin biopsy, option B blood, option C CSF and option D urine. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞോളൂ ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസിന്റെ കാര്യം. നമ്മൾ മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള എയ്ഡ്സ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക്. അപ്പൊ മെനിഞ്ചൈറ്റിസ് അപ്പൊ നമ്മൾ ഏതായിരിക്കും, നമ്മൾ എന്താ ഡയഗ്നോസ് ചെയ്യാൻ മെയിൻ ആയിട്ട് എടുക്കുക? എന്തായിരിക്കും എടുക്കുക? CSF ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരെ CSF ആണ്, ഓപ്ഷൻ സി. അപ്പോ ക്രിപ്റ്റോകോക്കൽ മെനിഞ്ച ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആണ് കോസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാക്കി ഓപ്ഷൻ സ്കിൻ ബയോപ്സി ആണെങ്കിൽ അത് പ്രൈമറി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ അല്ല. ദെൻ ബ്ലഡ് അത് സംടൈം പോസിറ്റീവ് ആകാം, പക്ഷെ നമ്മൾ കറക്റ്റ് ആൻസർ വരാം നമ്മൾ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയില്ലേ, അത് CSF ആയിരിക്കും കേട്ടോ. യൂറിൻ എന്ന് പറഞ്ഞാൽ അത് നോട്ട് യൂസ്ഫുൾ ആണ്, അത് നോട്ട് റിലയബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് അത് ഡയഗ്നോസിസ് ആയിട്ട് എടുക്കുന്നില്ല. CSF ആണ് ആൻസർ വരിക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10% KOH is used for option A gram staining, option B clearing keratin in skin or nail specimens, option C fixing tissues and option D enhancing bacterial growth. എന്തിനാണ് 10% ഓഫ് KOH യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും നമുക്ക് നോക്കാം. ടൈപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ബി ആണ് അല്ലെ. ക്ലിയറിംഗ് കെരാറ്റിൻ ഇൻ സ്കിൻ ഓർ നെയിൽ ആണ്, നമുക്കറിയാം. ഇപ്പോ ഫസ്റ്റ് നമ്മൾ ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ് അതെന്തിനാണ്, അത് ഇതിൽ വരുന്നതല്ല അല്ലെ. ദെൻ ക്ലിയറിംഗ് കെരാറ്റിൻ ഇൻ സ്കിൻ ആൻഡ് നെയിൽ ടിഷ്യൂ ആണ്, അത് KOH ഡിസോൾവ് കെരാറ്റിൻ ആൻഡ് അതർ
സെല്ലുലർ മെറ്റീരിയൽ, അതുവഴി നമുക്ക് ആ ഫംഗൽ എലമെന്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ടൊക്കെ കാണും. ബാക്കി ഈ ഫിക്സിംഗ് ടിഷ്യൂ ആണെങ്കിൽ അത് ഫിക്സേറ്റീവ് ലൈക്ക് ഫോർമാലിൻ അല്ലെങ്കിൽ ആൽക്കഹോൾ ഒക്കെയാണ്, അത് ടിഷ്യൂ ഫിക്സേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ എൻഹാൻസിങ് ബാക്ടീരിയൽ ഗ്രോത്ത്, അത് KOH ആൽക്കലൈൻ ആണ്, അത് കോസറ്റിക് ആണ്, അതുകൊണ്ട് ബാക്ടീരിയ അതിന്റെ എൻഹാൻസ്മെന്റ് ഗ്രോത്തിനൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫംഗൽ അതിന്റെ ഡയഗ്നോസിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഫംഗൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ KOH യൂസ് ചെയ്യുക. അത് 10% ആണ്, ഓർത്തിരിക്കുക 10%. ഓക്കെ. Next question, the genetic material in all viruses is അല്ലെങ്കിൽ are A DNA and RNA both, B DNA only, C RNA only, D either DNA or RNA. ഏതാണ് വൈറസ്? വൈറസ് നമുക്കറിയാം ഒരു ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് ആണ്. ഏതായിരിക്കും ആൻസർ വരിക? നമ്മൾ റീസെന്റ് ആയിട്ട് ഇന്നലെ മാരത്തോൺ റിവിഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. കൺഫ്യൂഷൻ ഇല്ല അവർക്കല്ലേ? അതെ, ഓപ്ഷൻ ഡി ആണ്. DNA ഉണ്ട്, RNA ഉണ്ട്. അതിൽ RNA വൈറസും DNA വൈറസും അതിന് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ഒരു ന്യൂമോണിക്സ് ഒക്കെ നമ്മൾ MLT, നമ്മൾ എഡ്യൂസ് അക്കാദമി MLTയിൽ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ. അപ്പോൾ DNA ഓർ RNA ആയിരിക്കും വരിക. ബാക്കി DNA മാത്രോ RNA മാത്രോ അങ്ങനെയല്ല വരിക. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following viruses is enveloped? Option A adenovirus, option B poliovirus, option C herpes simplex virus and option D parvovirus. ഏതാണ് വരിക? നമുക്കറിയാം എൻവലപ്ഡ് ഉണ്ട്, നോൺ എൻവലപ്ഡ് ഉണ്ട്, ഒക്കെ നമുക്കറിയാം. ഏതാണ് വരിക? എൻവലപ്ഡ് വൈറസ് ഏതാ വരിക? അഡിനോ വൈറസ് ആണോ, പോളിയോ വൈറസ് ആണോ, ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ആണോ, പാർവോ വൈറസ് ആണോ, ഏതാ വരിക? സി എന്നാണ് അവർ പറയണേ. നോക്കാം. നമ്മളൊരു എയും പറയുന്നുണ്ട്, ഡിയും പറയുന്നുണ്ട്. അപ്പൊ സി ആണ് നമ്മുടെ ആൻസർ. ഈ അഡിനോവൈറസ് ആയിക്കോട്ടെ, പോളിയോ, അതെല്ലാം തന്നെ ഐക്കോസഹെഡ്രൽ ആണ് വരിക. നമുക്കറിയാം ഹെലിക്കൽ ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, ഐക്കോസഹെഡ്രൽ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ഐക്കോസഹെഡ്രല് ഈ പോളിയോ, ബാക്കി പാർവോ, അതൊക്കെ തന്നെ നോൺ എൻവലപ്ഡ് ആണ് വരിക. അപ്പൊ ഈ എൻവലപ്ഡ് ആയിട്ടുള്ള ഈ ഹെർപ്പസ് വൈറസ്, അതുപോലെ ടോഗ വൈറസ് ഒക്കെ ഈ എൻവലപ്ഡ് ആണ് വരിക. അപ്പോൾ ബാക്കി അഡിനോ വൈറസ് അത് നോൺ എൻവലപ്ഡ് ആണ്. പോളിയോ വൈറസ് നമുക്കറിയാം പിക്കോർണ ഫാമിലിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പാർവോ വൈറസ് അതും നോൺ എൻവലപ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ആണ് എൻവലപ്ഡ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, the smallest DNA virus is option A pox virus, option B herpes virus, option C parvovirus and option D adenovirus. ഏതാണ് ആൻസർ വരിക? അപ്പൊ ഇതെല്ലാം തന്നെ DNA വൈറസസ് ആണ് അല്ലെ. അപ്പൊ DNA വൈറസ് ഓർത്തിരിക്കാനായിട്ട് ഒരു ന്യൂമോണിക്സ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കുക. അപ്പൊ ഇതിലേതാണ് സ്മോളസ്റ്റ്? പാർവോ വൈറസ് ആണ് അല്ലെ സ്മോളസ്റ്റ്. ഇതിൽ ലാർജസ്റ്റ് ഏതാ? പോക്സ് വൈറസ് ആണ് ലാർജസ്റ്റ് വരിക. ഓക്കെ. അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ. അപ്പോ പോക്സ് വൈറസ് അത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, അത് ലാർജസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്മോളസ്റ്റ് ആണ്. അപ്പൊ പാർവോ ആണ് നമ്മുടെ ആൻസർ. പക്ഷെ ലാർജസ്റ്റ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെ. ചിലപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിൽ ലാർജസ്റ്റ് വൈറസ് ആണോ ചോദിക്കുന്നെങ്കിലോ. ഓക്കെ. അപ്പൊ ഹെർപ്പസ് വൈറസ് അതിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അഡിനോ വൈറസ് അതിനും ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For viral culture, specimens should be transported at option A room temperature, option B 4 degrees Celsius, option C -20 degrees Celsius and option D 60 degrees Celsius. ഏതാണ് വൈറൽ കൾച്ചർ സ്പെസിമെൻ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും ടെമ്പറേച്ചർ? റൂം ടെമ്പറേച്ചർ ആണോ, 4 ഡിഗ്രി ആണോ, അതോ -20 അതോ 60 ഡിഗ്രിയിലാണോ ട്രാൻസ്പോർട്ട് ചെയ്യാം? ഏതാണ് ആൻസർ വരുക? ഏതാൻസറാണ് നിങ്ങൾ ലോക്ക് ചെയ്യുന്നത് അല്ലേ? പലരും പല ആൻസറാണ് ലോക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, 4 ഡിഗ്രിയിലാണ്. ഓക്കെ. നമുക്ക് ബാക്കി എക്സ്പ്ലനേഷൻ ഒക്കെ നോക്കാം. കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ. അപ്പോ റൂം ടെമ്പറേച്ചർ എന്തായാലും അല്ല, അതെന്താ ഉണ്ടാവുന്ന ഒരു ഡീഗ്രഡേഷൻ ഓഫ് വൈറൽ പാർട്ടിക്കിൾസിന് കാരണമാവും. 4 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. അത് ഐഡിയൽ ടെമ്പറേച്ചർ ആണ്. നമ്മൾ ഈ വൈറൽ അതിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഐഡിയൽ ടെമ്പറേച്ചർ ആണ് 4 ഡിഗ്രി. -20 എന്ന് വെച്ചാൽ ഫ്രീസിംഗ് ആണ്. അത് ഫ്രീസിംഗ് ചിലപ്പോൾ ഈ എൻവലപ്ഡ് നോൺ എൻവലപ്ഡ് ഒക്കെ പറഞ്ഞല്ലോ, അപ്പൊ അതിന് ചിലപ്പോൾ നമുക്ക് ആ ഒരു എൻവലപ്ഡിനെ അത് ഡിസ്ട്രോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ 60 ഡിഗ്രി അതെന്തായാലും അല്ല അല്ലെ. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മുടെ വൈറസ് എല്ലാം കില്ലായി പോകും. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
monospot test is used to detect option A, measles, option B, Epstein-Barr virus, and option C, hepatitis, and option D, influenza. ഏതാണ് മോണോസ്പോട്ട്? മീസിൽസ് ആണോ, എപ്സ്റ്റീൻ ബാർ വൈറസ് ആണോ, ഹെപ്പറ്റൈറ്റിസ് ആണോ, ഇൻഫ്ലുവൻസ ആണോ? ഏതാണ്? മീസിൽസ് പാരാമിക്സോ വരുന്നതാണ്. എപ്സ്റ്റീൻ ബാർ വൈറസ് അത് ഹെപ്പസിൽ വരുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസിൽ പലതും ഉണ്ട് അല്ലെ. ബി വരുന്നത് DNA ആണ്, ബാക്കിയെല്ലാം തന്നെ RNA ഫാമിലിയിലാണ് വരിക. ഇൻഫ്ലുവൻസ ഓട്ടോമിക്സോ വൈറസ് ആണ്, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മുടെ ആൻസർ എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. മോണോസ്പോട്ട് ടെസ്റ്റ് എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. അതെന്താ കാരണം വെച്ചാൽ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹെട്രോഫൈൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയസസ്. അതുകൊണ്ടാണ് അതിനാണ് അങ്ങനെ ഡിറ്റക്ട് ചെയ്യുക. ഇറ്റ്സ് യൂസ് ടു ഡിറ്റക്ട് ആ ഹെട്രോഫൈൽ ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയസ്. അതാണ് മോണോസ്പോട്ട്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. എപ്സ്റ്റീൻ ബാർ വൈറസ്. അതുപോലെ നമ്മൾ എപ്സ്റ്റീൻ ബാർ വൈറസ് പഠിച്ചിരുന്ന സമയത്ത് വേറൊരു ഡിസീസും കൂടി റിലേറ്റ് ചെയ്ത് പഠിച്ചത് കിസ്സിംഗ് ഡിസീസ്. അതും എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. ബാക്കി മീസിൽസ് അത് ഡയഗ്നോസിസ് സെറോളജിയിലാണ്. നമ്മൾ മീസിൽസിൽ വേറൊരു ഇപ്പൊ ഈ മോണോസ്പോട്ട് പറഞ്ഞപ്പോൾ ഒന്ന് ഓർത്തതാണ്. നമ്മൾ മീസിൽസിൽ വരുന്ന ഒരു കൊപ്ലിക് സ്പോട്ട് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ മോണോസ്പോട്ട് ആണ്, മീസിൽസിൽ കൊപ്ലിക് സ്പോട്ട് ആണ്. നിങ്ങൾക്ക് അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത് ഡയഗ്നോസ് വയ ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ്. ഇൻഫ്ലുവൻസ അത് നമ്മൾ റാപ്പിഡ് ഫ്ലൂ ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ PCR വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ മോണോസ്പോട്ട് വെച്ച് നോക്കുന്നത് നമ്മൾ എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്, EBV. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, next question. In viral infections, the earliest antibody to appear is option A, IgG, option B, IgA, option C, IgM, and option D, IgE. ഏതാണ് വൈറൽ ഇൻഫെക്ഷൻ ടൈമിൽ ഏർലിയസ്റ്റ് ആന്റിബോഡി? നമ്മൾ വൈറസ് ഇൻഫെക്ഷൻ ആയി അപ്പൊ തന്നെ നമ്മളെ ഏർലിയസ്റ്റ് ഒരു ആന്റിബോഡി ഏതാ അപ്പിയർ ആവുക? IgG ആണോ, IgA ആണോ, അതോ IgM ആണോ, അതോ IgE ആണോ? ഏത് ആൻസർ വരുക? ഓപ്ഷൻ C ആണ്, IgM ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഈ IgG, IgB അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ ടേബിളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളത് കാറ്റഗറൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പോ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ അതാണ് ഫസ്റ്റ് അപ്പിയർ ആവുന്നത്. ദെൻ IgG അപ്പിയേഴ്സ് ലേറ്റർ ആണ്. ദെൻ IgA ഫൗണ്ട് ഇൻ മ്യൂക്കോസൽ സർഫസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെയൊക്കെ. IgE അത് അലർജിക് റിയാക്ഷൻ ആണ് അല്ലെ. നമ്മൾ അലർജിക് റിയാക്ഷൻ ഒക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റ് ആയിട്ട് ഇവർ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The main component of laboratory glass is option A, quartz, option B, silica, option C, borax, option D, lime. എന്താണ് മെയിൻ കമ്പോണന്റ് ഓഫ് ലബോറട്ടറി ഗ്ലാസ്? ക്വാർട്സ് ആണോ, സിലിക്ക ആണോ, അതോ ബോറക്സ് ആണോ, ലൈം ആണോ? ഏതാണ് ആൻസർ വരിക? B ആണെന്നും C ആണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. കുറച്ചുപേര് മിണ്ടാതിരിക്കുന്നുണ്ട്. അവർ ആൻസർ ചെയ്യട്ടെ, ഞാനിവിടെ നോക്കിയിരിക്കാം എന്നുള്ള നിലയ്ക്കാണ് കുറച്ചുപേര് ഇരിക്കുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം കുറച്ചു പേർക്ക് ഉറപ്പാണ് B ആണ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. B തന്നെയാണ്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. ക്വാർട്സ് അത് സോഴ്സ് ഓഫ് സിലിക്ക ആണ്. അത് നമ്മൾ ക്വാർട്സ് ഈസ് ക്രിസ്റ്റലൈൻ സിലിക്ക ആണ്. പക്ഷെ ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം അമോർഫസ് സിലിക്ക. നമ്മൾ സിലിക്ക നമ്മള് മെയിൻ കമ്പോണന്റ് ആണ്. അത് 70-75% ആണ് കോമൺ ഗ്ലാസ്സിൽ. അത് ഒരു ട്രാൻസ്പാരൻസി ആൻഡ് ഹാർഡ്നെസ് ഒക്കെ നമുക്ക് തരും. അതുപോലെ തന്നെ ബോറാക്സ് അത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അത് ഇംപ്രൂവ് തെർമൽ റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ മെയിൻ കമ്പോണന്റ് അല്ല. ഇനി ലൈം CaO മോഡിഫയർ അത് ആഡഡ് ടു ഇംപ്രൂവ് കെമിക്കൽ ഡ്യൂറബിലിറ്റി. അതുപോലെ തന്നെ ബട്ട് അഗെയിൻ നോട്ട് ഇസ് അത് മെയിൻ കമ്പോണന്റ് അല്ല. നമ്മുടെ മെയിൻ കമ്പോണന്റ് ആണ് സിലിക്ക. ഓക്കെ, ബാക്കി നമ്മൾ ഈ തെർമൽ റെസിസ്റ്റൻസും അതുപോലെ കെമിക്കൽ ഡ്യൂറബിലിറ്റിയും അതിനൊക്കെയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Calibration ensures that a pipette delivers option A, approximate volume, option B, accurate and non-volume, option C, air-free content, option D, no contamination. ഏതാണ് ആൻസർ വരിക? നമ്മൾ പിപ്പറ്റ് ഒക്കെ നമ്മൾ ലാബിൽ കാലിബ്രേഷൻ ചെയ്യാൻ കൊണ്ടുപോകാറുണ്ട് അല്ലെ? എന്തിനാ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തിനാ കാലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ B ആണ്. എല്ലാവരും ഓപ്ഷൻ B ആണ് പറയണേ. നമുക്ക് അക്യുറേറ്റ് ആൻഡ് നോൺ വോളിയത്തിനാണ് അല്ലെ. നമ്മള് ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെന്റും ഒക്കെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് പോരുന്നതാണ് ലാബിൽ അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് അക്യുറേറ്റ് ആൻഡ് നോൺ വോളിയം ആണ്. ഓപ്ഷൻ B ആണ്.
ഓക്കെ, അപ്പൊ ബാക്കി നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് വോളിയം എന്നുവെച്ചാൽ കാലിബ്രേഷൻസ് ഒരു പ്രിസിഷൻ ആണ്, അത് ഒരു അപ്രോക്സിമേഷൻ അല്ല. ദെൻ അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടാണല്ലോ വേണ്ടത്. ദെൻ അക്യുറേറ്റ് ആൻഡ് നോൺ വോളിയം കാലിബ്രേഷൻ എൻഷുർ പിപ്പറ്റ് ഡെലിവർ ടു പ്രിസൈസ് ആൻഡ് വെരിഫൈഡ് വോളിയം. നമ്മൾ പിപ്പറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ മീഡിയാസിലും എല്ലാത്തിനും എടുക്കുന്നത് അല്ലെ. അപ്പൊ അത് അവർ അപ്രോക്സിമേറ്റ് വാല്യൂ ആയാൽ മതി, അങ്ങനെയല്ല. നമുക്കത് ഉറപ്പാണ്, അക്യുറേറ്റ് ആൻഡ് നമുക്ക് പ്രിസൈസ് ആവണം അല്ലെ. ദെൻ എയർ ഫ്രീ കണ്ടന്റ്, അത് ഡിപ്പെൻഡ് അപ്പോൺ ദ ടെക്നിക് ആണ്, നോട്ട് കാലിബ്രേഷൻ. നോ കണ്ടാമിനേഷൻ കൺട്രോൾ ഡിപ്പെൻഡ് അപ്പോൺ ദ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ആണ്. ആ കാലിബ്രേഷൻ അല്ല, നമ്മൾ ആ പിപ്പറ്റ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഗ്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഹോട്ട് എയർ ഓവൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യാറ്. അപ്പോൾ അത് നമ്മൾ ഈ കാലിബ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ടതല്ല മറ്റേ ലാസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which extinguisher is suitable for electrical fire in labs? Option water, foam, CO2 and wet chemical. ഏതാണ് വരിക? Which extinguisher is suitable for electrical fire? Electrical fire ഉണ്ടായി, അപ്പൊ എന്താ ചെയ്യാ നമ്മള്? ഏത് എക്സ്റ്റിങ്ഷറാ? വാട്ടർ, ഫോം, CO2. നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ഷറിൽ തന്നെ ആ ഒരു ബോട്ടിൽ നമ്മൾ എപ്പോഴും എല്ലാവരും അതിനെ പറ്റിയിട്ടൊന്ന് അവെയർ ആയിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ലാബിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ലാബ് വർക്ക് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യാന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിക്കോഷൻസ്, അതെ, നമ്മൾ പ്രിക്കോഷൻ, നമ്മൾ ഗൈഡ് ലൈൻസ്, പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലബോറട്ടറിയിൽ ഫസ്റ്റ് പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും അല്ലെ. എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ ഒരു ഫയറും കാര്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ നമ്മളെ സേഫ് ആക്കാം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. റിയേജൻസ് ഒക്കെ എങ്ങനെ ഡീൽ ചെയ്യാം, എന്തെങ്കിലും ബേണിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് എന്താ ചെയ്യുക, അതൊക്കെ നമ്മൾ എപ്പോഴും അതിനെ പറ്റി അവെയർ ആയിരിക്കണം. ലാബിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്തു അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നത്. പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ, പ്രിൻസിപ്പിള്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു ലാബിന്റെ ഗൈഡ് ലൈൻസ്, പ്രൊസീജിയർ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും ലാബിൽ ഇനി ഗവൺമെന്റ് ജോലിയൊക്കെ നേടിയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നവരാണ് അല്ലെ. അപ്പോൾ ഓപ്ഷൻ സി ആണ്, CO2 ആണ് ആൻസർ. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ ഫയർ എക്സ്റ്റിങ്വിഷർ, അത് ഐഡിയൽ ഫോർ നമ്മൾ ഇലക്ട്രിക്കൽ ഫയർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഡു നോട്ട് ലീവ് റെസിഡ്, മേക്കിംഗ് ദം സേഫ് ഫോർ സെൻസിറ്റീവ് ലാബ് എക്യുപ്മെന്റ്. ദേ വർക്ക് ബൈ ഡിസ്പ്ലേസിംഗ് ഓക്സിജൻ, സഫോക്കേറ്റിംഗ് ദ ഫയർ. ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? വാട്ടർ ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലെ. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. വാട്ടർ എന്താ, നമ്മൾ ഇലക്ട്രിസിറ്റി ആണ് ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ ഇലക്ട്രിക്കൽ ഫയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വാട്ടർ ഒന്നും മാക്സിമം അതൊരു കോണ്ടാക്ട് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവിടെ കണ്ടക്ട് നടക്കും. ഫോം ആണെങ്കിൽ പ്രൈമറി യൂസ് ഫോർ ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി ഫയർ ആണ്. അപ്പൊ നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്വിഷർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അതിലിങ്ങനെ ക്ലാസ് എ, ക്ലാസ് ബി അങ്ങനെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ അല്ലെ. അതുപോലെ വെറ്റ് കെമിക്കൽ, അത് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കുക്കിംഗ് ഓയിൽ ഓർ ഫാറ്റ് ഫയർ കണ്ടീഷൻ ആണ്. അത് നമ്മൾ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് CO2 ആണ് നമ്മൾ മോസ്റ്റ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. AR grade chemicals are used in option A gardening, option B food preparation, option C analytical testing and option D cleaning floors. ഏതാണ് AR ഗ്രേഡ് കെമിക്കൽ? എന്തിനാ യൂസ് ചെയ്യുന്നത്? ഗാർഡനിങ്ങിനാണോ, ഫുഡ് പ്രിപ്പറേഷൻ ആണോ, അനലിറ്റിക്കൽ ടെസ്റ്റിംഗിനാണോ, ക്ലീനിങ് ഫ്ലോർസിനാണോ? എന്തിനാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ സി അനലിറ്റിക്കൽ ടെസ്റ്റിംഗിനാണ് അല്ലെ. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. AR ഗ്രേഡ് സ്റ്റാൻഡ്സ് ഫോർ അനലിറ്റിക്കൽ റിയേജന്റ് ഗ്രേഡ് ആണ്. അത് ഹൈ പ്യൂരിറ്റി ഗ്രേഡ് ഓഫ് കെമിക്കൽസ് ആണ്. ഓക്കെ, then it is laboratory analytic testing to ensure accurate and reliable result. These chemicals have a minimal impurities and are suitable for quantitative and qualitative analysis. Okay. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഗാർഡനിങ്, അത് നമ്മൾ അഗ്രികൾച്ചർ ഗ്രേഡ്, ഫെർട്ടിലൈസർ, കെമിക്കൽ ഒക്കെയാണ് റിക്വയർ ചെയ്യുന്നത്. ദെൻ ഫുഡ് പ്രിസർവേഷൻ, അത് നമ്മൾ ഫുഡ് ഗ്രേഡ് സബ്സ്റ്റൻസ് അങ്ങനെയൊക്കെയാണ്. ക്ലീനിങ് ഫോഴ്സ്, അത് നമ്മൾ ഇൻഡസ്ട്രിയൽ ഹൗസ് ഹോൾഡ് ക്ലീനിങ് ഏജൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്കിന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തിയിട്ടില്ലതല്ലേ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞ കാര്യം? ഫസ്റ്റ് നമ്മളൊരു സർപ്രൈസിംഗ് ആയിട്ടൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്തായിരുന്നു? ഇവിടെ കുറച്ച് വിന്നേഴ്സിന്റെ പേരുണ്ട്. നമ്മളെ മോക്ക് ടെസ്റ്റ്, അതെ, ഇന്നലെ മോക്ക് ടെസ്റ്റ് നടന്നിരുന്നു അല്ലെ. അപ്പൊ അതിൽ നമ്മളെ ടോപ്പ്
വന്നിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താണ്. അപ്പൊ അതിൽ ടോപ്പ് അതിൽ വന്നില്ല എന്ന് കരുതി വിഷമിക്കൊന്നും ചെയ്യരുത്. ഇനി ഇന്നും ടെസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പൊ അതിൽ നിങ്ങൾ ടോപ്പായിട്ട് വരാൻ ശ്രമിക്കാം. നമുക്ക് പറഞ്ഞ പോലെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കണം. നിങ്ങൾ എല്ലാവർക്കും സെയിം മാർക്കായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ടോപ്പ് 10 കൊടുക്കുന്നുള്ളത്. ഓക്കെ ഓക്കെ. സോ 12th ഗ്രേഡ് അല്ലെങ്കിൽ 12th പൊസിഷനിൽ വരുന്നത് നസ്രീൻ ആണ്. 11th പൊസിഷൻ അയന, 10th പൊസിഷൻ ഫാത്തിമ, 9th പൊസിഷൻ സാലിനി ആൻഡ് 8th വരുന്നത് ഹരിത വിആർ ആണ്. ദെൻ 7th സാരീനയാണ്. ദെൻ 6 അഫീല. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ്. ദെൻ 5ാമത് വന്നിരിക്കുന്നത് ഭുവനയാണ്. ദെൻ 4th റാങ്ക് വന്നിരിക്കുന്നത് അൻകിത അഗസ്റ്റിൻ ആണ്. ഷഹാന കെ ആണ് 3ാമത് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാരും ഫസ്റ്റ് ആർക്കാന്നുള്ളൊരു കാത്തിരിപ്പിലായിരിക്കും അല്ലെ? 2ാമത് വന്നിരിക്കുന്ന ആരാ നോക്കാം. ശ്രുതിയാണ്, ശ്രുതി കെ. ദെൻ നമ്മള് ഫസ്റ്റ് മുഹമ്മദ് ഫവാസ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ അവരുടെ ഹാർഡ് വർക്ക് ആണല്ലേ? ശരിക്കും പറഞ്ഞാൽ അവർ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിന്റെ ഒരു എന്താണ് ഒരു ലാസ്റ്റ് അവരൊരു എത്രമാത്രം അവർ കഷ്ടപ്പെട്ടു എന്നില്ല കാണിക്കുന്നതാണ് ഈ ഒരു ബോർഡിൽ ഇതുപോലെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രീനിലൊക്കെ കാണാം നമുക്ക്. അല്ലേ? അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് ഇട്ടാൾക്ക് 1000 rupees ആണ് ക്യാഷ് പ്രൈസ്. അതുകൊണ്ട് പിന്നെ പൈസന്റെ മാത്രമല്ല നമ്മള് ഫസ്റ്റ് ആവാന്നുള്ളത് നമുക്ക് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ട്, അൻസർ സാറിന്റെ ക്ലാസ് ഉണ്ട്. സോ നമുക്ക് തൽക്കാലം ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇനി പഠിക്കുക. എന്താണ് ഇന്നത്തെ കുറച്ചുകൂടിയും ടൈം ഉണ്ട് എന്നല്ല, നമ്മള് ആ കിട്ടുന്ന ടൈം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെറുതെ ഇരിക്കുമ്പോ ഒക്കെ മെമ്മറൈസ് ചെയ്യുക കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പർ പാരലൽ ആയിട്ട് നോക്കുക. നമ്മള് ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കുറെ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഇവര് പഠിച്ചു കുറെ കാര്യങ്ങൾ. നമ്മളെ കൂടി ഇവര് കുറെ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ ഓക്കെ. സോ അപ്പോ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ നമുക്ക് ഈ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അതെ, എല്ലാവരും ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിന്റെ ലൈവ് ഡിസ്കഷൻ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.